Hi dear students, welcome to my English class. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ +1 ഇംഗ്ലീഷ് പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ചോദ്യങ്ങളും ഓരോ ചോദ്യങ്ങൾക്കും എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നാം വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ചോദ്യം നോക്കാം. Questions 1 to 8. Answer any 4 questions. Each carries 1 score. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതുക. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ് ഉള്ളത്. Read the given excerpt and answer the questions that follow. താഴെ തന്നിരിക്കുന്ന ഉദ്ധരണി വായിക്കുക, അതിന് ശേഷമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. You must be careful. This disease is most contagious. നീ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ ഒരു അസുഖം വളരെ പെട്ടെന്ന് തന്നെ പകരുന്ന ഒരു അസുഖമാണ്. നമുക്കറിയാം, ദ സെറാങ് ഓഫ് റാണഗഞ്ചി എന്ന ചാപ്റ്ററിൽ ഡോക്ടർ AJ ക്രോണിൻ ഹസനോട് പറയുന്ന ഡയലോഗാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങൾ പരിശോധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഡസ് യു റെഫർ ടു? ഇവിടെ യു എന്ന് പരാമർശിച്ചത് ആരെയാണ്? നമുക്കറിയാം, ഇവിടെ യു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹസനാണ്. അതായത് ഹസനോടാണ് ഡോക്ടർ AJ ക്രോണിൻ സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ഹസൻ. ദ സെറാങ് ഓഫ് റാണഗഞ്ചി. ഓക്കെ, ഹസൻ എന്ന് മാത്രം എഴുതിയാലും മാർക്ക് ലഭിക്കുന്നതാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു സെഡ് ദീസ് വേർഡ്സ്? മുകളിൽ തന്നിരിക്കുന്ന ഈ ഒരു വാക്യങ്ങൾ പറഞ്ഞത് ആരാണ്? ഇവിടെ സംസാരിക്കുന്നത് ആരാണ്? നമുക്കറിയാം, ഇവിടെ സംസാരിക്കുന്നത് ഡോക്ടർ AJ ക്രോണിനാണ്. ഓക്കെ, ആൻസർ എഴുതാം. ഡോക്ടർ AJ ക്രോണിൻ. ദ ഫിസിഷ്യൻ ഓഫ് റാണഗഞ്ചി. റാണഗഞ്ചിയിലെ ഫിസിഷ്യൻ, ഡോക്ടർ. ഓക്കെ, ഡോക്ടർ AJ ക്രോണിൻ എന്ന് മാത്രം എഴുതിയാലും നമുക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിസീസ് ഈസ് മെൻഷൻ ഹിയർ? ഇവിടെ പരാമർശിച്ചത് ഏത് അസുഖമാണ്? അതായത് ഏത് അസുഖത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? നമുക്കറിയാം, സ്മാൾ പോക്സ്, അതായത് വസൂരി എന്ന അസുഖത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. സ്മാൾ പോക്സ്, വസൂരി. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ ദ പോയം ടു സ്ലീപ് ദ പോയറ്റ് സേസ്, കം ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. കം, വരൂ, ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ, 2 പകലുകൾക്കിടയിലെ അനുഗ്രഹിക്കപ്പെട്ട തടസ്സമേ. ഇവിടെ തന്നിരിക്കുന്നത് 5ാം യൂണിറ്റിലെ 3ാം ചാപ്റ്ററായ ടു സ്ലീപ്പ് എന്ന കവിതയിൽ നിന്നുള്ള വരിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കറിയാം, ടു സ്ലീപ്പ് എന്ന കവിത പറയുന്നത് സ്ലീപ്പിനെ കുറിച്ച്, അതായത് ഉറക്കത്തെക്കുറിച്ചാണ് കവിത പറയുന്നത്. ഇവിടെ നമുക്കറിയാം, ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ, 2 പകലുകൾക്കിടയിലെ അനുഗ്രഹിക്കപ്പെട്ട തടസ്സമേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉറക്കത്തെയാണ്, സ്ലീപ്പിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് കവി ഉറക്കത്തോടാണ് വരാൻ പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ എ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ അബവ് ലൈൻ. മുകളിൽ തന്നിരിക്കുന്ന ആ ഒരു വരിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിഗർ ഓഫ് സ്പീച്ച് കണ്ടെത്തുക. ഒന്നിലധികം ഫിഗർ ഓഫ് സ്പീച്ച് ഈ ഒരു ലൈനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ്, പെർസോണിഫിക്കേഷൻ. പെർസോണിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ളതിൻ്റെ ക്വാളിറ്റിയെ കൊടുക്കുന്നതിനെയാണ് നാം പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, കം, വരൂ, ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. ഇവിടെ നമുക്കറിയാം, ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ലീപ്പ്, ഉറക്കമാണ്. അപ്പോൾ ഉറക്കത്തോടാണ് കവി വരാൻ പറയുന്നത്. അതായത് ഉറക്കത്തിനോടാണ് കവി സംസാരിക്കുന്നത്. അതായത് ഉറക്കത്തിന് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജീവനുള്ളതിൻ്റെ ക്വാളിറ്റിയെ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ചാണ് പെർസോണിഫിക്കേഷൻ. തന്നിരിക്കുന്ന ഈ ഒരു വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ് മെറ്റഫർ. മെറ്റഫർ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അതായത് ഒരേപോലെ അല്ലാത്ത 2 വസ്തുക്കളെയോ 2 സംഭവങ്ങളെയോ ഒന്ന് മറ്റൊന്നാണ് എന്ന് ഡയറക്റ്റായിട്ട് നേരിട്ട് പറയുന്നതിനെയാണ് നാം മെറ്റഫർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഉറക്കത്തിനെയാണ് ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഉറക്കത്തിനെ 2 പകലുകൾക്കിടയിലെ അനുഗ്രഹിക്കപ്പെട്ട തടസ്സമാണ് എന്നാണ് കവി പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ചാണ് മെറ്റഫർ. ദെൻ അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ലൈനിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ഓക്സിമറോൺ. ഓക്സിമറോൺ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അതായത് പരസ്പരം യോജിക്കാത്ത, അതല്ലെങ്കിൽ പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 വേർഡുകൾ അടുത്തടുത്തായിട്ട് വരുന്നതിനെയാണ് നാം ഓക്സിമറോൺ എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ലൈന് നോക്കുക, ബ്ലെസ്ഡ് ബാരിയർ.
ബ്ലെസ്ഡ് മീൻസ് അനുഗ്രഹിക്കപ്പെട്ട, ബാരിയർ മീൻസ് തടസ്സം. നമുക്കറിയാം അനുഗ്രഹിക്കപ്പെട്ട എന്നുള്ളതും തടസ്സം എന്നുള്ളതും ഒരിക്കലും പരസ്പരം യോജിക്കാത്ത രണ്ട് വേർഡുകളാണ്. എന്നാൽ ഇവ അടുത്തടുത്തായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ദെൻ നമുക്ക് പറയാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ചാണ് ഓക്സിമറോൺ. ഓക്സിമറോൺ എന്നാൽ പരസ്പരം യോജിക്കാത്ത അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വേർഡുകൾ അടുത്തടുത്തായിട്ട് വരുന്നതിനെയാണ് നാം ഓക്സിമറോൺ എന്ന് പറയുന്നത്. ദെൻ തന്നിരിക്കുന്ന ഈ ഒരു ലൈനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പോയറ്റിക് ഡിവൈസാണ് അലിട്രേഷൻ. അലിട്രേഷൻ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അതായത് തുടർച്ചയായിട്ട് കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നാം അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ. ഇവിടെ ബ് എന്ന ശബ്ദം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ ഈ ഒരു ലൈനിലുള്ള ഒരു പോയറ്റിക് ഡിവൈസാണ് അലിട്രേഷൻ. ദെൻ തന്നിരിക്കുന്ന ലൈനിലെ അവസാന ഭാഗം നോക്കുക, ഡേ ആൻഡ് ഡേ. ഇവിടെ ഡ എന്ന ശബ്ദം കോൺസണന്റ് ശബ്ദം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസാണ് അലിട്രേഷൻ. അപ്പോൾ ഇവിടെ നാം ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാം ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ടുള്ള പേഴ്സോണിഫിക്കേഷൻ അതല്ലെങ്കിൽ മെറ്റഫർ, ഓക്സിമോറോൺ ഇവയിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എഴുതാം. ഇനി പോയറ്റിക് ഡിവൈസ് ആയിട്ടുള്ള അലിട്രേഷൻ എഴുതിയാലും നമുക്ക് ഒരു മാർക്ക് ലഭിക്കുന്നതാണ്. ആൻസർ എഴുതുന്ന സമയത്ത് ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് നാം എഴുതേണ്ടത്. The next question, the exam is fast approaching and you feel confident. എക്സാം വളരെ അടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ബട്ട് യു കം ടു നോ ദാറ്റ് യുവർ ഫ്രണ്ട് ഈസ് ഇൻ ഡെസ്പെയർ ആൻഡ് മേ സ്കിപ്പ് ദ എക്സാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്, നിങ്ങളുടെ സുഹൃത്ത് ആകെ നിരാശയിലാണ്, ഒരു പക്ഷേ അവൻ എക്സാം സ്കിപ്പ് ചെയ്തേക്കാം. ആസ് എ ട്രൂ ഫ്രണ്ട് യു വിഷ് ടു ഹെൽപ്പ് ഹിം വിത്ത് ഗുഡ് അഡ്വൈസ്. സത്യസന്ധനായിട്ടുള്ള ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് നിങ്ങൾ അവന് ഉപദേശം നൽകാൻ ആഗ്രഹിക്കുകയാണ്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രിപ്പയർ 2 pieces of advice using the expressions given to help him solve his problem. താഴെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അവന് നൽകുന്ന 2 ഉപദേശങ്ങൾ തയ്യാറാക്കുക. അതായത് നമ്മുടെ ഒരു സുഹൃത്ത് എക്സാം വളരെ അടുത്തെത്തിയ സമയത്ത് വളരെ നിരാശയിലാണ്, ഒരു പക്ഷേ അവൻ എക്സാം ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവന് കോൺഫിഡൻറ്റ് കൊടുത്തുകൊണ്ട് നാം അവന് നൽകുന്ന ഉപദേശമാണ് ഇവിടെ നമ്മോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അവന് നാം ഉപദേശം നൽകുന്ന സമയത്ത് നാം ഉപയോഗിക്കേണ്ട 2 എക്സ്പ്രഷൻസ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇഫ് യു വർക്ക് ഹാർഡ് ദെൻ ഇഫ് ഐ വെർ യു. അതായത് ഈഫ് ക്ലോസ് ഉപയോഗിച്ചിട്ടാണ് നാം ആ ഒരു അഡ്വൈസ് നൽകേണ്ടത്. നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ നാം പഠിച്ചിട്ടുള്ളതാണ് ഈഫ് ക്ലോസിനെ കുറിച്ച് 3 ഈഫ് ക്ലോസുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ടൈപ്പ് 1, ടൈപ്പ് 2, ദെൻ ടൈപ്പ് 3. ഇവിടെ ടൈപ്പ് 1 അതുപോലെ തന്നെ ടൈപ്പ് 2 ആണ് ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ഈഫ് ക്ലോസിൽ ടൈപ്പ് 1 എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ഈഫ് എന്നതിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസ് വരുന്നതിനെയാണ് നാം ടൈപ്പ് 1 എന്ന് പറയുന്നത്. ദെൻ ടൈപ്പ് 2 എന്താണ്? ഈഫ് എന്നതിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസ് വരുന്നതാണ് ടൈപ്പ് 2. ഈഫ് ക്ലോസിൽ നമുക്കറിയാം ടൈപ്പ് 1 അതായത് ഈഫ് ക്ലോസിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസ് വരുന്നതാണ് ടൈപ്പ് 1. അങ്ങനെയുള്ള സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് നമുക്കറിയാം ഈഫ് ക്ലോസിന് ശേഷം നാം എഴുതുന്ന സെൻറ്റൻസിൽ വിൽ, ഷാൾ, ക്യാൻ, മേ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഹെൽപ്പിംഗ് വെർബായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ഇഫ് യു വർക്ക് ഹാർഡ്, നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ യു വിൽ പാസ് ദ എക്സാം, നീ എക്സാമിൽ പാസ്സാവും. അതായത് ഈഫ് ക്ലോസിൽ ഈഫിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസ് ആണ് എങ്കിൽ പിന്നീട് നാം എഴുതുന്ന ക്ലോസിൽ വിൽ, ഷാൾ, ക്യാൻ, മേ ഇവയിൽ ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കും. ഇവിടെ നാം ഉപയോഗിച്ചിട്ടുള്ളത് വില്ലാണ്. ദെൻ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റാവുന്ന മറ്റു ചില സെൻറ്റൻസുകളാണ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ ഗെറ്റ് A+. നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് A+ ലഭിക്കും. ദെൻ ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. നീ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഫുൾ മാർക്ക് ലഭിക്കും. ഓർ ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ വിൻ ഇൻ ദ എക്സാം. നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നീ എക്സാമിൽ വിജയിക്കും. ഓർ ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സെർട്ടൻലി സക്സീഡ്. നീ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നീ തീർച്ചയായിട്ടും വിജയിക്കും. ഓക്കെ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നമുക്ക് ആൻസറായിട്ട് എഴുതാം. ദെൻ നെക്സ്റ്റ്, ഇഫ് ഐ വെർ യു. ഇവിടെ നമുക്കറിയാം ഈഫ് ക്ലോസിൽ ടൈപ്പ് 2 ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതായത് ഈഫിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസ് ആണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം ഈഫ് ക്ലോസിൽ ഈഫിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസ് ആണ് എങ്കിൽ പിന്നീടുള്ള ക്ലോസിൽ നാം എഴുതേണ്ടത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഹെൽപ്പിംഗ് വെർബായിട്ട് നാം എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ ആൻസറായിട്ട് എഴുതാം. ഇഫ് ഐ വെർ യു, നിൻ്റെ സ്ഥാനത്ത് ഞാനാണ് എങ്കിൽ ഐ വുഡ് സ്റ്റഡി ദ ലെസൺ ഏർലിയർ. ഞാൻ നേരത്തെ തന്നെ പാഠങ്ങളെല്ലാം പഠിക്കുമായിരുന്നു. ഓർ ഇഫ് ഐ വെർ യു ഐ വുഡ് റൈറ്റ് ദ എക്സാം കോൺഫിഡൻ്റ്ലി.
നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ ഞാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടെ തന്നെ എക്സാം എഴുതുമായിരുന്നു. ഓർ ഇഫ് ഐ വെർ യു ഐ വുഡ് ട്രൈ മൈ ബെസ്റ്റ്. ദെൻ ഇഫ് ഐ വെർ യു ഐ വുഡൻ സ്പോയിൽ ദ ചാൻസ്. നിന്റെ സ്ഥാനത്താണ് ഞാനായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും ആ ഒരു അവസരം നഷ്ടപ്പെടുത്തില്ലായിരുന്നു. ദെൻ ഇഫ് ഐ വെർ യു ഐ വുഡ് നോട്ട് വറി. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വറീഡ് ആകുമായിരുന്നില്ല. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആൻസർ എഴുതുന്ന സമയത്ത് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ആൻസറായിട്ട് ഇവിടെ എഴുതാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ തന്നിരിക്കുന്ന പാസേജ് വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക. Manhattan's downtown is now a Disney-like string of malls, riverside parks and pretty upper middle-class villages. But there was something else. And as I looked across the throngs on the pavements, I began to see why. മാൻഹാട്ടൻ്റെ നഗരകേന്ദ്രം ഇപ്പോൾ ഡിസ്നി പോലെയുള്ള മാളുകളുടെയും നദീതീര പാർക്കുകളുടെയും മനോഹരമായ ഉയർന്ന മധ്യവർഗ ഗ്രാമങ്ങളുടെയും ഒരു നിരയാണ്. പക്ഷെ മറ്റൊന്നുണ്ട്, നടപ്പാതകളിലെ ജനക്കൂട്ടത്തിനിടയിൽ നോക്കിയപ്പോൾ അതിൻ്റെ കാരണവും ഞാൻ മനസ്സിലാക്കി. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 6ാം യൂണിറ്റിൽ നിന്നുള്ള 2ാം ചാപ്റ്ററായ ഈ സൊസൈറ്റി ഡെഡ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പാസേജാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പരിശോധിക്കാം. 7th question, which word in the passage means a large densely packed crowd of people or animals? മുകളിൽ തന്നിരിക്കുന്ന ഈ ഒരു പാസേജിൽ ആളുകളുടെയോ മൃഗങ്ങളുടെയോ വലിയ ഇടതൂർന്ന കൂട്ടം എന്ന് അർത്ഥമാക്കുന്ന വേർഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. തന്നിരിക്കുന്ന ഈ ഒരു പാസേജിൽ ഈ ഒരു മീനിങ് വരുന്ന വേർഡാണ് ത്രോങ്. ത്രോങ്സ് മീൻസ് ജനക്കൂട്ടം, അതല്ലെങ്കിൽ തിക്കും തിരക്കും എന്നുള്ള മീനിങ് ആണ് ത്രോങ്സ് എന്ന വേർഡിൻ്റെ മീനിങ്. ഓക്കെ, നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം ത്രോങ്സ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഓഥർ ഓഫ് ദ പാസേജ്. ഈ ഒരു പാസേജ് എഴുതിയിട്ടുള്ള ഓഥറുടെ പേരാണ് ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ സൊസൈറ്റി ഡെഡ് എന്ന ആ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ആൻഡ്രൂ സളിവൻ ആണ്. ഓക്കെ, നമുക്ക് ആൻസർ ചെയ്താം ആൻഡ്രൂ സളിവൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻസ് 9 to 12. ആൻസർ എനി 2 questions. ഈച്ച് ക്യാരീസ് 2 scores. 9 മുതൽ 12 വരെയുള്ള 4 ചോദ്യങ്ങൾ, ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, 2 മാർക്കിനുള്ള ചോദ്യത്തിൻ്റെ ആൻസർ നാം എഴുതുന്ന സമയത്ത് ആ ഒരു ഉത്തരത്തിൽ 2 അതല്ലെങ്കിൽ 3 സെൻറ്റൻസുകൾ മാത്രം നാം ഉൾപ്പെടുത്തിയാൽ മതി. അധികമായാൽ 4 സെൻറ്റൻസുകൾ മാത്രം, അതിലപ്പുറം കൂടുതൽ സെൻറ്റൻസുകൾ നാം എഴുതേണ്ടതില്ല. ക്വസ്റ്റ്യൻ നോക്കാം. 9. എലാബറേറ്റ് ദ ഐഡിയ ഇൻ ദ ഗിവൺ ലൈൻസ് ഇൻ 2 or 3 sentences. താഴെ തന്നിരിക്കുന്ന ഈ ഒരു വരികൾ 2 or 3 സെൻറ്റൻസുകളിലായിട്ട് വിശദീകരിക്കുക. തന്നിരിക്കുന്ന വരികൾ നോക്കാം. Scepter and crown must tumble down, and in the dust be equal made with the poor crooked scythe and spade. ചെങ്കോലും കിരീടവും താഴേക്ക് വീഴുകയും മണ്ണിൽ വെച്ച് സാധാരണക്കാരുടെ ചിഹ്നങ്ങളായിട്ടുള്ള കൈക്കോട്ടിനും അതുപോലെ തന്നെ അരിവാളിനും തുല്യമാക്കപ്പെടുകയും ചെയ്യും. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് രാജാവ് മരണപ്പെടും എന്നുള്ളതും മരണശേഷം സാധാരണക്കാരുടെ അതേ മണ്ണിൽ വെച്ച് സാധാരണക്കാരുടെ അതേ അവസ്ഥയെ തന്നെയായിരിക്കും രാജാവിനും എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ദ ഗിവൺ ബ്യൂട്ടിഫുൾ ലൈൻസ് ആർ ടേക്കൺ ഫ്രം ദ പോയം ഡെത്ത് ദ ലെവലർ ബൈ ജെയിംസ് ഷേർലി. ഇൻ ദിസ് പോയം ദ പോയറ്റ് സേസ് അബൌട്ട് ഡെത്ത്. ദീസ് ലൈൻസ് സേ ഡെത്ത് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് കിങ് ആൻഡ് കോമൺ. The king will also die one day, and he buried in the dust like an ordinary man. The poor man and the king will be at the same level in front of death. Death, the great leveler. The next question. After reading the essay, Disasters and Disaster Management in India, you feel that man's attitude to nature needs to change to prevent such disasters in future. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന എസ്സേ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഭാവിയിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യന്മാരുടെ പ്രകൃതിയോടുള്ള മനോഭാവത്തിൽ തന്നെ ഒരു മാറ്റം വരണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് അറ്റ്ലീസ്റ്റ് 2 suggestions ഫോർ ദ ചേഞ്ച്. പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ മനോഭാവത്തിൽ ഒരു മാറ്റം വരണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള 2 സജഷൻസ്, 2 നിർദ്ദേശങ്ങൾ എഴുതാനാണ് ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അതായത് നാം പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് സെൻറ്റൻസുകൾ എഴുതാനാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. വി ഷുഡ് പ്രൊട്ടക്റ്റ് അവർ നേച്ചർ.
വി ഷുഡ് എൻകറേജ് ഫോറസ്റ്റേഷനെ നാം പ്രോത്സാഹിപ്പിക്കണം. ദെൻ ഡോണ്ട് പൊല്യൂട്ട് നേച്ചർ, പ്രകൃതിയെ ഒരിക്കലും പൊല്യൂട്ട് ചെയ്യരുത്, നശിപ്പിക്കരുത്. ദെൻ വി ഷുഡ് അവോയ്ഡ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നാം അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം. വി ഷുഡ് സ്റ്റോപ്പ് ഡിഫോറസ്റ്റേഷൻ, വനനശീകരണത്തെ നാം തടയണം. വി മസ്റ്റ് ബി റെഡി ടു ഫേസ് ഡിസാസ്റ്റേഴ്സ് ആസ് വി കനോട്ട് പ്രിവെൻറ്റ് ദം. ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് തടയാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ ദുരന്തങ്ങളെ തടയാൻ നാം എപ്പോഴും തയ്യാറായിരിക്കണം. ഓക്കെ, ഇവിടെ നാം ആൻസർ എഴുതുന്ന സമയത്ത് ഇവയിൽ ഏതെങ്കിലും 2 സജഷൻസ് നമുക്ക് ആൻസറായിട്ട് എഴുതാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ചേഞ്ച് ദ ഗിവൺ സെൻറ്റൻസസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകളെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുക. ഗ്രേറ്റ, ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ്. ഗ്രേറ്റാസ് ഫാദർ, നോ യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. ഓക്കെ, ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഗ്രേറ്റയുടെ ഫാദറിൻ്റെയും ഈ ഒരു ഡയലോഗുകളെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാനാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. ഗ്രേറ്റ ടോൾഡ് ഹെർ ഫാദർ ദാറ്റ് ഷീ ഹാഡ് തോട്ട് ഹി കുഡ് മേക്ക് റിയൽ പീച്ചസ്. ഹെർ ഫാദർ റിപ്ലൈഡ് നെഗറ്റീവ്ലി ബൈ ടെല്ലിംഗ് ദാറ്റ് ഷീ ഹാഡ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Your class is organizing a debate on the topic physical exercise and games are important in schools. ഫിസിക്കൽ എക്സസൈസും അതുപോലെ തന്നെ ഗെയിംസും സ്കൂളുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. അതായത് സ്കൂളുകളിൽ ഫിസിക്കൽ എക്സസൈസും അതുപോലെ തന്നെ ഗെയിംസുകളും വേണം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഡിബേറ്റ് നമ്മുടെ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യുകയാണ്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് 2 ആർഗ്യുമെൻറ്റ്സ് സപ്പോർട്ടിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 2 വാദങ്ങൾ എഴുതി തയ്യാറാക്കുക. അതായത് സ്കൂളുകളിൽ ഫിസിക്കൽ എക്സസൈസ് അതുപോലെ തന്നെ ഗെയിംസ് എന്നിവ വേണം എന്ന് പറഞ്ഞുകൊണ്ട് 2 സെൻറ്റൻസുകൾ, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള 2 സെൻറ്റൻസുകൾ എഴുതാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. ഫിസിക്കൽ എക്സസൈസും അതുപോലെ തന്നെ ഗെയിംസും സ്കൂളുകളിൽ വേണം എന്നതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫിസിക്കൽ എക്സസൈസ് മേക്സ് വൺസ് ബോഡി ആൻഡ് മൈൻഡ് ഹെൽത്തി ആൻഡ് ഫ്രഷ്. ഫിസിക്കൽ എക്സസൈസ്, കായികാഭ്യാസം ഒരു വ്യക്തിയുടെ ശരീരവും മനസ്സും ആരോഗ്യമുള്ളതാക്കുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു ഐഡൻറ്റിഫൈ ദെയർ ടാലൻസ്. ഇത് കുട്ടികളെ അവരുടെ കഴിവുകളെ തിരിച്ചറിയാൻ അവരെ സഹായിക്കുന്നു. ദെൻ ഫിസിക്കൽ എക്സസൈസ് പ്രിവെൻറ്റ്സ് ഒബസിറ്റി ഇൻ ചിൽഡ്രൻ. കായികാഭ്യാസം കുട്ടികളിലെ പൊണ്ണത്തടിയെ ഇല്ലാതാക്കുന്നു. ദെൻ ഫിസിക്കൽ എക്സസൈസ് ആൻഡ് ഗെയിംസ് ഷാർപ്പൻ അവർ ബ്രെയിൻ. ശാരീരികാഭ്യാസവും അതുപോലെ തന്നെ ഗെയിംസ്, കളികളും നമ്മെ ബുദ്ധികൂർമ്മതയുള്ളവരാക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഫിസിക്കൽ എക്സസൈസ് അതുപോലെ തന്നെ ഗെയിംസ് ഇവയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള 2 ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നാം ആൻസർ എഴുതുന്ന സമയത്ത് ഇവയിൽപ്പെട്ട ഏതെങ്കിലും 2 എണ്ണം മാത്രം നാം ആൻസറായിട്ട് എഴുതിയാൽ മതി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് 13 to 20. ആൻസർ എനി 4 questions. ഈച്ച് ക്യാരീസ് 4 scores. 13 മുതൽ 20 വരെയുള്ള 8 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതുക. ഓരോ ചോദ്യത്തിനും 4 മാർക്കാണുള്ളത്. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 4 മാർക്കിൻ്റെ ആൻസർ നാം എഴുതുന്ന സമയത്ത് നമ്മുടെ ആൻസർ ഏകദേശം ആ ഒരു പേജിൻ്റെ പകുതിയെങ്കിലും ഉണ്ടായിരിക്കണം. ദെൻ ക്വസ്റ്റ്യൻ നോക്കാം. 13. വാട്ട് മെസ്സേജ് ഡസ് ദ പോയറ്റ് കൺവേ ത്രൂ ദ ലൈൻസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന വരികളിലൂടെ കവി എന്ത് മെസ്സേജാണ് നൽകുന്നത്? തന്നിരിക്കുന്ന വരികൾ നോക്കാം. ഇഫ് ദൗ ആർട്ട് വോൺ ആൻഡ് ഹാർട്ട് ബിസെറ്റ് വിത്ത് സോറോസ് ദാറ്റ് ദൗ വുഡ്സ്റ്റ് ഫൊഗെറ്റ്, ഇഫ് ദൗ വുഡ്സ്റ്റ് റീഡ് എ ലെസൺ ദാറ്റ് വിൽ കീപ് ദൈ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിംഗ് ആൻഡ് ദൈ സോൾ ഫ്രം സ്ലീപ്പ്, ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, നോ ടിയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വിയേഴ്സ്. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ള ഈ ഒരു വരികൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 3ാം യൂണിറ്റിൽ നിന്നുള്ള 1ാം ചാപ്റ്ററായ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന കവിതയിൽ നിന്നുള്ള ഏതാനും വരികളാണ് ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന കവിതയിലൂടെ കവി പറയുന്നത് നേച്ചറിനെ കുറിച്ച്, പ്രകൃതിയെക്കുറിച്ചാണ് കവി പറയുന്നത്. ദെൻ ഇവിടെ തന്നിരിക്കുന്ന വരികൾ നമുക്ക് നോക്കാം. ഇഫ് ദൗ ആർട്ട് വോൺ ആൻഡ് ഹാർട്ട് ബിസെറ്റ്, നിങ്ങൾ എന്തെങ്കിലും വിഷമത്തിലാണ് എങ്കിൽ, വിത്ത് സോറോസ് ദാറ്റ് ദൗ വുഡ്സ്റ്റ് ഫോഗറ്റ്, ആ ഒരു ബുദ്ധിമുട്ടുകൾ, ആ ഒരു വിഷമങ്ങൾ നിങ്ങൾ മറക്കണമെന്നുണ്ടെങ്കിൽ, ദെൻ ഇഫ് ദൗ വുഡ്സ്റ്റ് റീഡ് എ ലെസൺ, നിങ്ങൾക്കൊരു പുസ്തകം വായിക്കണം എന്നുണ്ടെങ്കിൽ, ദാറ്റ് വിൽ കീപ് ദൈ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിംഗ് ആൻഡ് ദൈ സോൾ ഫ്രം സ്ലീപ്പ്,
ആ ഒരു വായന നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറ്റാൻ നിങ്ങളെ സഹായിക്കുമെന്നുണ്ടെങ്കിൽ ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്. പ്രകൃതിയിലേക്ക് പോവുക. നോ ടിയേഴ്സ് ഡിം ദറ്റ് സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വിയേഴ്സ്. പ്രകൃതിയുടെ ഭംഗിയെ ഇല്ലാതാക്കുന്ന ഒരു കണ്ണീരും ഇല്ല. അതായത് കവി ഈ ഒരു ലൈനുകളിലൂടെ നമ്മോട് പറയുന്നത്, നാം വലിയ വിഷമത്തിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ് എങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പുസ്തകം വായിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോയാൽ മതി? പ്രകൃതിയിലേക്ക് പോയാൽ മതി. നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറാൻ പ്രകൃതി നമ്മെ സഹായിക്കും എന്നാണ് കവി ഈ ഒരു ലൈനുകളിലൂടെ കവി നമ്മോട് പറയുന്നത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. അതായത് ഇതിലൂടെ പറയുന്നത്, നാം വലിയ വിഷമത്തിലും മാനസികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടിലുമാണ് എങ്കിൽ, അതുപോലെ തന്നെ നമുക്കൊരു പുസ്തകം വായിക്കണം എന്നുണ്ടെങ്കിൽ, മനസ്സമാധാനത്തോടു കൂടി ഒരു പുസ്തകം വായിക്കണം എന്നുണ്ടെങ്കിൽ നാം പ്രകൃതിയിലേക്ക് പോയാൽ മതി. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും കുറക്കാനും അതുപോലെ തന്നെ ഇല്ലാതാക്കാനും പ്രകൃതിക്ക് സാധിക്കും എന്നാണ് ഈ ഒരു കവിതയിലൂടെ, ഈ ഒരു ലൈനിലൂടെ കവി നമ്മോട് പറയുന്നത്. അതായത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് നമുക്ക് സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നാം എങ്ങോട്ട് പോയാൽ മതി? പ്രകൃതിയിലേക്ക് പോയാൽ മതി എന്നാണ് കവി നമ്മോട് പറയുന്നത്. The next question number 14. Why? Naturally it is I. തീർച്ചയായിട്ടും അത് ഞാൻ തന്നെയാണ്. These words show that Hassan is ever ready to shoulder any responsibilities happily. ഹസൻ്റെ ഈ ഒരു വാക്കുകൾ കാണിക്കുന്നത് ഏതൊരു റെസ്പോൺസിബിലിറ്റി, ഏതൊരു ഉത്തരവാദിത്തങ്ങളും വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാൻ ഹസൻ തയ്യാറാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അതായത് ദ സെറാങ് ഓഫ് റാണഗഞ്ചി എന്ന ഒരു ചാപ്റ്ററിൽ റാണഗഞ്ചി എന്ന കപ്പലിൽ ഏതാനും ചില ജോലിക്കാർക്ക് സ്മാൾ പോക്സ്, വസൂരി എന്ന അസുഖം പിടിപെടുന്ന സമയത്ത് ഡോക്ടർ എ.ജെ. ക്രോണിൻ ചോദിക്കുന്നുണ്ട്, ഈ ഒരു സമയത്ത് എന്നെ ആരായിരിക്കും സഹായിക്കുക എന്ന് ഡോക്ടർ എ.ജെ. ക്രോണിൻ ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് നിങ്ങൾ സഹായിക്കുക എന്ന് ഹസൻ വളരെ സന്തോഷത്തോടു കൂടെ പറയുന്നുണ്ട്. ഹസൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, ഏത് വലിയ ഉത്തരവാദിത്തങ്ങളും എത്ര വലിയ റിസ്ക് ഉള്ള ജോലിയും വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാൻ ഹസൻ തയ്യാറാണ് എന്നാണ് ഹസൻ്റെ ഈ ഒരു വാക്കുകളിലൂടെ നമുക്ക് ഹസനെക്കുറിച്ച് മനസ്സിലാകുന്നത്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ, ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്ന നിലക്ക് യു മൈറ്റ് ഓൾസോ ഹാവ് വളണ്ടിയേർഡ് ഇൻ സിമിലർ സിറ്റുവേഷൻസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ദുഷ്കരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളും ഇതേപോലെയുള്ള സേവനങ്ങൾ ചെയ്തിട്ടുണ്ടായേക്കാം. ദെൻ നരേറ്റ് വൺ സച്ച് ഇൻസിഡൻറ്റ് ഇൻ എ പാരഗ്രാഫ്. ഇതുപോലെ നിങ്ങൾ സേവനം ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം വിവരിക്കുക. ഓക്കെ, ഇവിടെ നാം ആൻസർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചെയ്തിട്ടുണ്ട് എങ്കിലും ഇല്ല എങ്കിലും ഇവിടെ നാം ആൻസർ എഴുതേണ്ടതായിട്ടുണ്ട്. ദെൻ ഇന്നത്തെ കോവിഡ് സാഹചര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെയുള്ള സഹായങ്ങൾ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന രൂപത്തിൽ നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. The next question number 15. Imagine that the village or city you live in has many tourist attractions. നിങ്ങൾ ജീവിക്കുന്ന ഗ്രാമത്തിലോ അല്ലെങ്കിൽ സിറ്റിയിലോ ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. And you wish to publish travel info on your Facebook page so that your friends or other tourists will benefit from the information. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു ട്രാവൽ ഇൻഫോ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നാം പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രിപ്പയർ ദ സെയിം. ആ ഒരു ട്രാവൽ ഇൻഫോ തയ്യാറാക്കുക. അതായത് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള ഒരു ട്രാവൽ ഇൻഫോ തയ്യാറാക്കുക. ഒരു ട്രാവൽ ഇൻഫോ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അതായത് ഏതെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വിവരണത്തെയാണ് നാം ട്രാവൽ ഇൻഫോ എന്ന് പറയുന്നത്. അതായത് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്, ദെൻ അവിടെയുള്ള കാഴ്ചകൾ, ദെൻ നമുക്ക് എങ്ങനെ അവിടെ എത്തിച്ചേരാം, ദെൻ അവിടെയുള്ള ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഒരു ട്രാവൽ ഇൻഫോ. ദെൻ ഇവിടെ നാം വയനാട് എന്ന സ്ഥലത്തിനെ കുറിച്ചുള്ള ഒരു ട്രാവൽ ഇൻഫോയാണ് തയ്യാറാക്കുന്നത് എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു ട്രാവൽ ഇൻഫോ നാം തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, നല്ലൊരു ടൈറ്റിൽ എഴുതുക, ദെൻ ആ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വിവരണം, ദെൻ ഏത് സമയത്ത് നമുക്ക് അവിടെ എത്തിച്ചേരണം,
ദെൻ എങ്ങനെ നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരാം, ദെൻ അവിടെയുള്ള ഭക്ഷണം, ദെൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഒരു ട്രാവൽ ഇൻഫോ. ഓക്കെ, നമുക്ക് ഈ രീതിയിൽ നമുക്ക് ട്രാവൽ ഇൻഫോ തയ്യാറാക്കാം. The next question number 16. His call of action was twofold. അദ്ദേഹം നമ്മോട് ആഹ്വാനം ചെയ്തത് 2 കാര്യങ്ങൾ പ്രവർത്തിക്കാനായിരുന്നു. Then write a paragraph on Gandhi's twofold action. ഗാന്ധിയുടെ twofold ആക്ഷനെ കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. അതായത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ചാപ്റ്ററിൽ ജവഹർലാൽ നെഹ്റു ഗാന്ധിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഗാന്ധിജിയുടെ twofold ആക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായിരുന്നു ഗാന്ധിജിയുടെ twofold ആക്ഷൻസ്? അതായത് 2 കാര്യങ്ങൾ ചെയ്യാനായിരുന്നു ഇന്ത്യക്കാരെ അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക എന്നുള്ളതായിരുന്നു. രണ്ടാമത് അദ്ദേഹം ആഹ്വാനം ചെയ്തത് നമുക്കിടയിലുള്ള, അതായത് ഇന്ത്യക്കാർക്കിടയിലുള്ള സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരെ പോരാടാനുമായിരുന്നു ഗാന്ധിജി നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് ഗാന്ധിജിയുടെ twofold ആക്ഷൻസ്. ദെൻ ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഗാന്ധിജിയുടെ twofold ആക്ഷനെ കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഗാന്ധിജിയുടെ twofold ആക്ഷനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം. ഓക്കെ, ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്നത് ഗാന്ധിജിയുടെ twofold ആക്ഷൻസിനെ കുറിച്ചാണ്. അതായത് ഗാന്ധി 2 കാര്യങ്ങൾ പ്രവർത്തിക്കാനായിരുന്നു ഇന്ത്യക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനും, രണ്ടാമതായിട്ട് ഇന്ത്യക്കാർക്കിടയിലെ സാമൂഹിക ദുരാചാരങ്ങൾ, സോഷ്യൽ ഈവിൾസിനെതിരെ പോരാടാനുമായിരുന്നു ഗാന്ധിജി ഇന്ത്യക്കാരെ ആഹ്വാനം ചെയ്തത്. ദെൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനും, രണ്ടാമതായിട്ട് ഇന്ത്യക്കാർക്കിടയിലെ സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരെ പോരാടാനായിട്ട് പറഞ്ഞത് ഇന്ത്യയുടെ യൂണിറ്റി, ഇന്ത്യയുടെ ഐക്യത്തിനു വേണ്ടിയുമായിരുന്നു. ഇന്ത്യയിലെ സാമൂഹിക ദുരാചാരങ്ങൾ എന്തൊക്കെയായിരുന്നു? ക്ലാസ് സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം, ദെൻ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, ദെൻ ജാതി വ്യവസ്ഥകൾ തുടങ്ങിയവയൊക്കെയായിരുന്നു ഇന്ത്യയിലെ അന്നത്തെ സാമൂഹിക ദുരാചാരങ്ങൾ. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. The next question number 17. The first and final journey of the Titanic ended in tragedy. ടൈറ്റാനിക് എന്ന ഒരു കപ്പലിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും യാത്ര അവസാനിച്ചത് ഒരു ട്രാജഡി, ഒരു ദുരന്തത്തിലായിരുന്നു. But it also exposed some of the greatest acts of courage and heroism in the history of sea voyages. ടൈറ്റാനിക്കിൻ്റെ ആദ്യ യാത്ര തന്നെ വലിയ ഒരു ദുരന്തമായിരുന്നു എങ്കിലും കപ്പൽ യാത്രയുടെ അല്ലെങ്കിൽ കടൽ യാത്രയുടെ ചരിത്രത്തിൽ മഹത്തായ ഹീറോയിസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ധൈര്യം, കറേജിനെക്കുറിച്ചും ദൃശ്യമാക്കുന്നതായിരുന്നു ടൈറ്റാനിക്കിൻ്റെ ദുരന്തം. അതായത് നമുക്കറിയാം, ടൈറ്റാനിക് എന്ന കപ്പൽ മുങ്ങുന്ന സമയത്ത് അതിലുള്ള ധീരന്മാരായിട്ടുള്ള പല ആളുകളും അവരെ ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ മറ്റുള്ളവരെ, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും രക്ഷപ്പെടുത്താനായിരുന്നു അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടൈറ്റാനിക്കിലെ ധീരന്മാരായിട്ടുള്ള മനുഷ്യർ മറ്റുള്ളവരെ സഹായിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും രക്ഷപ്പെടുത്തിയതിന് ശേഷം അവർക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കാതെ അവർ വളരെ ധീരന്മാരായിട്ട് തന്നെ മരിക്കുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ദ റക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന കവിതയിലൂടെ ഇക്കാര്യങ്ങളെല്ലാം കവി വളരെ വിശദമായിട്ട് തന്നെ കവിതയിലൂടെ പറയുന്നുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ ആക്ട്സ് ഓഫ് കറേജ് ആൻഡ് ഹീറോയിസം ഷോൺ ബൈ ദ മെൻ ഓൺ ദ ബോർഡ് ഓഫ് ദ ഷിപ്പ്. ടൈറ്റാനിക്കിലെ ധീരന്മാരായിട്ടുള്ള മനുഷ്യർ ചെയ്ത ഹീറോയിസത്തിനെ കുറിച്ചും കറേജ്, അവരുടെ ധൈര്യത്തെക്കുറിച്ചും ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക. അതായത് ടൈറ്റാനിക് എന്ന കപ്പൽ മുങ്ങുന്ന സമയത്ത് അതിലെ ധീരന്മാരായിട്ടുള്ള ധൈര്യശാലികളായിട്ടുള്ള മനുഷ്യർ ചെയ്ത മഹത്തായ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു റൈറ്റപ്പ് തയ്യാറാക്കുവാനാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അവർ ചെയ്ത മഹത്തായിട്ടുള്ള പ്രവർത്തനം എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അതായത് അവർ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കാതെ കപ്പലിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും ആദ്യം തന്നെ രക്ഷപ്പെടുത്താനായിരുന്നു അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം ടൈറ്റാനിക് മുങ്ങുന്ന സമയത്ത് അവരും വളരെ ധീരന്മാരായിട്ട് തന്നെ കപ്പലിൻ്റെ കൂടെ മുങ്ങി മരിക്കുന്നുണ്ട്. ഓക്കെ, ടൈറ്റാനിക്കിലെ ധീരന്മാരായിട്ടുള്ള മനുഷ്യർ ചെയ്ത ആ ഒരു ധീരമായിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ചുള്ള റൈറ്റപ്പ് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം. ഈ ഒരു റൈറ്റപ്പിൽ നാം ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്:
ടൈറ്റാനിക് എന്ന കപ്പൽ മുങ്ങുന്ന സമയത്ത് കപ്പലിലുണ്ടായിരുന്ന ധീരന്മാരായിട്ടുള്ള ആളുകൾ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കാതെ കപ്പലിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതും അവസാനം ആ ഒരു ധീരന്മാരായിട്ടുള്ള ആളുകൾ കപ്പലിൻ്റെ കൂടെ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ മരിക്കുന്നതാണ് ഈ ഒരു റൈറ്റപ്പിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, റൈറ്റപ്പ് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം. The next question number 18. I realized that superstition was not confined to India. സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്ക്രൈബ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ദ നരേറ്റർ ടു ഫോം ദിസ് ഒപ്പീനിയൻ. ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം നരേറ്റർക്ക് തോന്നുവാനുള്ള സാഹചര്യം വ്യക്തമാക്കുക. അതായത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന കഥയിൽ മിസ്റ്റർ ഗുപ്ത പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഐ റിയലൈസ്ഡ് ദാറ്റ് സൂപ്പർസ്റ്റിഷൻ വാസ് നോട്ട് കൺഫൈൻഡ് ടു ഇന്ത്യ. സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഈ ഒരു അഭിപ്രായം അദ്ദേഹത്തിന് തോന്നുവാനുള്ള സാഹചര്യം നമുക്കറിയാം. അതായത് മിസ്റ്റർ ഗുപ്ത മാഗിയുടെ വീട്ടിൽ പോയ സമയത്ത് മാഗിയുടെ അമ്മ അവളുടെ മകൻ ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്ന് കൊടുത്തയച്ച ഒരു റിങ് മിസ്റ്റർ ഗുപ്തക്ക് കാണിച്ചു കൊടുക്കുകയും അതിനെക്കുറിച്ച് വളരെ അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് മാഗിയുടെ അമ്മയായ മിസ്സിസ് ക്ലിഫോർഡ് ആ ഒരു റിങ്ങിനെക്കുറിച്ച്, ആ ഒരു മോതിരത്തെക്കുറിച്ച് മിസ്റ്റർ ഗുപ്തയോട് പറയുന്നത് എന്ന് നമുക്കറിയാം. അവർ പറയുന്നത് ഇന്ത്യയിൽ വെച്ച് ഫ്രാങ്കിന് ഈ ഒരു മോതിരം കൊടുത്തത് ഒരു ഇന്ത്യയിലുള്ള ഒരു യോഗിയാണ് എന്നുള്ളതും, ആ ഒരു മോതിരം ഫ്രാങ്കിന് കൊടുക്കുന്ന സമയത്ത് ആ ഒരു യോഗി പറഞ്ഞിട്ടുള്ളത് വിദൂരത്തുള്ള ഒരാളെ നാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ ഒരു റിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ വിദൂരത്തുള്ള ആ ഒരാളെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതും അവർ എന്താണ് ചെയ്യുന്നത് എന്നും ആ ഒരു റിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതായിരുന്നു യോഗി ഫ്രാങ്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ യോഗി പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം, അതായത് വിദൂരത്തുള്ള ഒരാളെ നമുക്ക് ആ ഒരു റിങ്ങിൽ കാണാൻ സാധിക്കും എന്നുള്ള കാര്യം ഫ്രാങ്ക് ഈ ഒരു മോതിരം മിസ്സിസ് ക്ലിഫോർഡിന് കൊടുത്തയക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം മിസ്സിസ് ക്ലിഫോർഡ് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ദെൻ മിസ്സിസ് ക്ലിഫോർഡ് ഈ ഒരു കാര്യങ്ങളെല്ലാം, മോതിരത്തെക്കുറിച്ചുള്ള അവിശ്വസനീയമായിട്ടുള്ള ഈ ഒരു കഥകൾ, അവർ വിശ്വസിച്ചിരുന്ന ആ ഒരു അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ മിസ്റ്റർ ഗുപ്തയോട് പറയുന്ന സമയത്താണ് മിസ്റ്റർ ഗുപ്ത മനസ്സിൽ ചിന്തിക്കുന്നത് സൂപ്പർസ്റ്റിഷൻ വാസ് നോട്ട് കൺഫൈൻഡ് ടു ഇന്ത്യ. സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, അത് ഇംഗ്ലണ്ടിലുമുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ദെൻ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിന് ആൻസർ എഴുതുന്ന സമയത്ത് ആ ഒരു ആൻസറിൽ, ആ ഒരു ഉത്തരത്തിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ഈ ഒരു ആൻസറിൽ നാം ഉൾപ്പെടുത്തേണ്ടത് മാഗിയുടെ അമ്മയായ മിസ്സിസ് ക്ലിഫോർഡിൻ്റെ സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അവരുടെ മകനായിട്ടുള്ള ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്ന് അവർക്ക് കൊടുത്തയച്ചിട്ടുള്ള ആ ഒരു റിങ്ങിനെക്കുറിച്ചുള്ള അവരുടെ അവിശ്വസനീയമായിട്ടുള്ള വിശ്വാസങ്ങളാണ് ഈ ഒരു ആൻസറിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. The next question number 19. The passage given below contains a few errors. താഴെ തന്നിരിക്കുന്ന പാസേജിൽ ചില തെറ്റുകളുണ്ട്. Identify the errors and edit appropriately. താഴെയുള്ള പാസേജിലെ തെറ്റുകൾ കണ്ടെത്തുകയും അവ ശരിയാക്കി എഡിറ്റ് ചെയ്യുകയും ചെയ്യുക. ദെൻ തന്നിരിക്കുന്ന പാസേജ് ഇതാണ്: What is unique about cyberspace are that it liberates us in the tyranny of power structures where everyone live by the rule of majority. ഓക്കെ, തന്നിരിക്കുന്ന ഈ ഒരു പാസേജിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് മിസ്റ്റേക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ്, വാട്ട് ഈസ് യുണീക്ക് അബൌട്ട് സൈബർ സ്പേസ്? ആർ എന്നല്ല വരിക, ഈസ് എന്നായിരിക്കും ഇവിടെ വരിക. അതിനുള്ള കാരണം നമുക്കറിയാം. അതായത് ഇംഗ്ലീഷിൽ നാം ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂരൽ, ഒന്നിലധികമാണെങ്കിൽ വെർബും പ്ലൂരൽ ആയിരിക്കണം. അതായത് ഹി ഈസ് എന്നായിരിക്കും പറയുക, ഹി ആർ എന്ന് പറയില്ല. കാരണം ഹി സിംഗുലർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന വെർബും ഈസ് സിംഗുലർ ആയിരിക്കണം. ആർ എന്നത് പ്ലൂരൽ, ഒന്നിലധികമാണ്, അതുകൊണ്ട് തന്നെ ഹി ഈസ് എന്നാണ് പറയുക, ഹി ആർ എന്ന് പറയില്ല. ദെൻ തന്നിരിക്കുന്ന ഈ ഒരു പാസേജ് നോക്കുക. വാട്ട് ഈസ് യുണീക്ക് അബൌട്ട് സൈബർ സ്പേസ്? ഇതാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സൈബർ ഇടത്തിൻ്റെ പ്രത്യേകത. ദെൻ ഈ ഒരു സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ആർ എന്ന് യോജിക്കില്ല, ഇവിടെ ഈസ് എന്നാണ് യോജിക്കുക.
അപ്പോൾ നമുക്ക് എഴുതാം വാട്ട് ഈസ് യുണീക്ക് അബൌട്ട് സൈബർ സ്പേസ് ഈസ് ദാറ്റ്. ദെൻ സെക്കൻഡ് മിസ്റ്റേക്ക്, ഇറ്റ് ലിബറേറ്റ്സ് അസ് ഇൻ ദ ടിറനി ഓഫ് പവർ സ്ട്രക്ചേഴ്സ് എന്നല്ല പറയുക, ഫ്രം ദ ടിറനി ഓഫ് പവർ സ്ട്രക്ചേഴ്സ് എന്നായിരിക്കും പറയുക. മീനിങ് ആയിട്ട് വരുന്നത് അധികാര ഘടനകളുടെ സ്വജാധിപത്യത്തിൽ നിന്ന് അത് നമ്മെ മോചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഇൻ ദ ടിറനി ഓഫ് പവർ സ്ട്രക്ചേഴ്സ് എന്നല്ല പറയുക, ഫ്രം ദ ടിറനി ഓഫ് പവർ സ്ട്രക്ചേഴ്സ് എന്നായിരിക്കും പറയുക. ദെൻ മൂന്നാമത്തെ മിസ്റ്റേക്ക് നോക്കാം, വേർ എവരി വൺ ലിവ്. ഓക്കെ, എവരി വൺ ലിവ് എന്നല്ല പറയുക, എവരി വൺ ലിവ്സ് എന്നായിരിക്കും പറയുക. അതായത് ആദ്യ മിസ്റ്റേക്കിൽ നാം പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വേർബും പ്ലൂരൽ ആയിരിക്കണം. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എവരി വൺ എന്നുള്ളതാണ്. ഓക്കെ, എവരി വൺ എന്നുള്ളത് ഇംഗ്ലീഷിൽ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന വേർബും സിംഗുലർ ആയിരിക്കണം. ഇവിടെ എവരി വൺ എന്നതിൻ്റെ കൂടെ വരുന്ന വേർബ് ഏതാണ്? ലിവ് എന്നുള്ളതാണ്. ഓക്കെ, ലിവ് എന്നത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? അത് പ്ലൂരലാണ്. അപ്പോൾ അതിനെ ആ ഒരു വെർബിനെ നാം സിംഗുലർ ആക്കണം. വെർബിനെ സിംഗുലർ ആക്കാൻ നാം ചെയ്യേണ്ടത് വെർബിൻ്റെ കൂടെ എസ് ചേർക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എഴുതാം എവരി വൺ ലിവ്സ്. ദെൻ ഈ ഒരു പാസേജിൽ അടുത്ത മിസ്റ്റേക്ക് നമുക്ക് നോക്കാം, വേർ എവരി വൺ ലിവ്സ് ബൈ ദ റൂൾ ഓഫ് മെജോറിറ്റി. ഓക്കെ, റൂൾ ഓഫ് മെജോറിറ്റി എന്നല്ല പറയുക, റൂൾ ഓഫ് ദ മെജോറിറ്റി എന്നായിരിക്കും പറയുക. ഓക്കെ, തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പാസേജിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, what is unique about cyberspace is that it liberates us from the tyranny of power structures where everyone lives by the rule of the majority. ഓക്കെ, ഇങ്ങനെ നാം ആൻസർ എഴുതുന്ന സമയത്ത് എവിടെയൊക്കെയാണോ നാം എഡിറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നിർബന്ധമായിട്ടും നാം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നാം ആൻസർ എഴുതുന്ന സമയത്ത് തന്നിരിക്കുന്ന ആ ഒരു പാസേജ് എഡിറ്റ് ചെയ്ത് ഇതേ രൂപത്തിൽ തന്നെ എഴുതണം എന്ന് നിർബന്ധമില്ല. മിസ്റ്റേക്ക് വന്നിട്ടുള്ള, അതായത് എറേഴ്സ്, തെറ്റുകൾ വന്നിട്ടുള്ള ആ ഒരു വേർഡുകൾ മാറ്റിയിട്ട് അത് ശരിയാക്കിയിട്ട് ഇതേ രൂപത്തിൽ എഴുതിയാലും നമുക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെയും ആൻസർ എഴുതാം, ഈസ്, ഫ്രം, ലിവ്സ്, ദ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. ഹൗ ഡസ് ജെയിംസ് ഷേർലി എസ്റ്റാബ്ലിഷ് ഡെത്ത് ആസ് എ ലെവലർ ഇൻ ദ പോയം ഡെത്ത് ദ ലെവലർ? ഡെത്ത് ദ ലെവലർ എന്ന കവിതയിൽ ജെയിംസ് ഷേർലി എങ്ങനെയാണ് മരണത്തെ ലെവലറായിട്ട് സമർത്ഥിക്കുന്നത്? നമുക്കറിയാം, ഡെത്ത് ദ ലെവലർ എന്ന കവിതയിൽ ജെയിംസ് ഷേർലി പറയുന്നത് മരണത്തെക്കുറിച്ചാണ്. മരണം ഒരു ലെവലർ, ഒരു നിരപ്പാക്കുന്നയാളാണ് എന്നാണ് കവി പറയുന്നത്. അതായത് എല്ലാവരെയും നിരപ്പാക്കുന്ന ഒരു ലെവലറാണ് മരണം എന്നാണ് ജെയിംസ് ഷേർലി ഡെത്ത് ദ ലെവലർ എന്ന കവിതയിലൂടെ പറയുന്നത്. ഈ ഒരു കാര്യം സമർത്ഥിക്കുന്നതിന് വേണ്ടി, അതായത് മരണം നിരപ്പാക്കുന്നയാളാണ്, അതല്ലെങ്കിൽ ലെവലറാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാ ആളുകളും മരണപ്പെടും എന്നുള്ളതും മരണത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതും, അതായത് രാജാവും സാധാരണക്കാരനും പണക്കാരനും പാവപ്പെട്ടവനും ഉയർന്നവനും താഴ്ന്നവനും എല്ലാവരും മരണപ്പെടും എന്നുള്ളതും മരണത്തെ തടുക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതും മരണത്തോടു കൂടെ തന്നെ എല്ലാവരും മണ്ണിൽ വെച്ച് സമന്മാരാക്കപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ജെയിംസ് ഷേർലി മരണം ഒരു ലെവലർ, ഒരു നിരപ്പാക്കുന്നയാളാണ് എന്ന് സമർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇതിനുള്ള ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഒരു ആൻസറിൽ നാം ഉൾപ്പെടുത്തേണ്ടത് ജെയിംസ് ഷേർലി മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് മരണം ഒരു ലെവലറാണ്, എല്ലാവരെയും സമന്മാരാക്കുന്ന ഒന്നാണ് മരണം എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ആൻസറിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, ഡെത്ത് ദ ലെവലർ എന്ന കവിതയെ നാം വിശദീകരിക്കുന്ന സമയത്ത് ഇവയെല്ലാം വളരെ വിശദമായിട്ട് തന്നെ നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Questions 21 to 28. Answer any 4 questions. Each carries 5 scores. 21 മുതൽ 28 വരെയുള്ള 8 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5 മാർക്കിനുള്ള ചോദ്യത്തിൻ്റെ ആൻസർ നാം എഴുതുന്ന സമയത്ത് നമ്മുടെ പേജിൻ്റെ 3/4 ഭാഗമെങ്കിലും നമ്മുടെ ആൻസർ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. Question number 21. Prepare a profile of Stephen Hawking from the hints given below. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കുക. സ്റ്റീഫൻ ഹോക്കിംഗ് ആരായിരുന്നു നമുക്കറിയാം. ലോകപ്രശസ്തനായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. ആരുടെ പ്രൊഫൈലാണോ നാം എഴുതുന്നത് അവരെക്കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങളും ആ ഒരു പ്രൊഫൈലിൽ നമുക്ക് ഉൾപ്പെടുത്താം.
ഓക്കെ, നമുക്കറിയാം നാം ഒരു പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യേണ്ടത് ആരുടെ പ്രൊഫൈലാണോ നാം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ടൈറ്റിലായിട്ട് എഴുതുക എന്നുള്ളതാണ് ആദ്യം തന്നെ നാം ചെയ്യേണ്ട കാര്യം. ഇവിടെ നമുക്കറിയാം, ഇവിടെ നാം സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈറ്റിലായിട്ട് എഴുതാം സ്റ്റീഫൻ ഹോക്കിംഗ്. ഇനി നാം ചെയ്യേണ്ടത് ഇവിടെ സൂചനകളായിട്ട് തന്നിരിക്കുന്ന ഓരോ പോയിന്റുകളും മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളിലായിട്ട് എഴുതുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, ബോൺ 8th January 1942, ഓക്സ്ഫോർഡ്, UK. ഓക്കെ, ഈ ഒരു പോയിന്റിന് നമുക്ക് സെൻറ്റൻസ് ആയിട്ട് ഇങ്ങനെ എഴുതാം. സ്റ്റീഫൻ ഹോക്കിംഗ്, ദ വേൾഡ് ഫേമസ് സയൻറ്റിസ്റ്റ്, വാസ് ബോൺ ഓൺ 8th January 1942 അറ്റ് ഓക്സ്ഫോർഡ് ഇൻ UK. നെക്സ്റ്റ് പോയിന്റ്, പാരൻസ്, രക്ഷിതാക്കൾ, ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്. ഓക്കെ, ഈ ഒരു പോയിന്റിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഹിസ് പാരൻസ് വെയർ ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്. അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ ഫ്രാങ്ക്, ഇസബൽ ഹോക്കിംഗ് എന്നിവരായിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, സെയിൻറ്റ് അൽബാൻ സ്കൂൾ, ഹെർട്ട്ഫോർഡ്ഷയർ, BA ഓക്സ്ഫോർഡ്, PhD കാംബ്രിഡ്ജ്. ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം അദ്ദേഹം പൂർത്തീകരിച്ചത് സെയിൻറ്റ് അൽബാൻ സ്കൂളിൽ വെച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ BA ബിരുദം, അതായത് ഡിഗ്രി പൂർത്തീകരിച്ചിട്ടുള്ളത് അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ PhD അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുള്ളത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ്. ഓക്കെ, ഈ പോയിന്റുകളെ നമുക്ക് സെൻറ്റൻസിലാക്കിയിട്ട് ഇങ്ങനെ എഴുതാം. ഹിസ് സ്കൂൾ എഡ്യൂക്കേഷൻ വാസ് അറ്റ് സെയിൻറ്റ് അൽബാൻ സ്കൂൾ, ഹെർട്ട്ഫോർഡ്ഷയർ. അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ഹെർട്ട്ഫോർഡ്ഷയറിലെ സെയിൻറ്റ് അൽബാൻ സ്കൂളിൽ വെച്ചായിരുന്നു. ഹി കംപ്ലീറ്റഡ് ഹിസ് BA ഫ്രം ഓക്സ്ഫോർഡ് ആൻഡ് ഹിസ് PhD ഫ്രം കാംബ്രിഡ്ജ്. അദ്ദേഹത്തിൻ്റെ BA ഓക്സ്ഫോർഡിൽ നിന്നും അദ്ദേഹത്തിൻ്റെ PhD കാംബ്രിഡ്ജിൽ നിന്നുമാണ് അദ്ദേഹം പൂർത്തീകരിച്ചത്. നെക്സ്റ്റ് പോയിന്റ്, ഫീൽഡ്സ്, അതായത് അദ്ദേഹത്തിൻ്റെ മേഖല, ജനറൽ റിലേറ്റിവിറ്റി, ക്വാണ്ടം ഗ്രാവിറ്റി. അതായത് അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൻ്റെ മേഖലയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ഹിസ് ഫീൽഡ്സ് ഓഫ് റിസർച്ച് വെയർ ജനറൽ റിലേറ്റിവിറ്റി ആൻഡ് ക്വാണ്ടം ഗ്രാവിറ്റി. ഈ രണ്ട് മേഖലകളും ഫിസിക്സുമായി ബന്ധപ്പെട്ട മേഖലകളാണ്, ഫിസിക്സുമായി ബന്ധപ്പെട്ട ടേമുകളാണിവ. നെക്സ്റ്റ് പോയിന്റ്, ചലഞ്ച്, വെല്ലുവിളി, കോൺട്രാക്റ്റഡ് ആമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലറോസിസ് ഇൻ 1960. 1960 അദ്ദേഹത്തിന് ആമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലറോസിസ് എന്ന അസുഖം പിടിപെട്ടു. ഓക്കെ, ഇത് സെൻറ്റൻസ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഹോക്കിംഗ് വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ആമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലറോസിസ് ഇൻ 1960. 1960 ഹോക്കിങ്ങിന് ആമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലറോസിസ് എന്ന അസുഖം സ്ഥിരീകരിച്ചു. നെക്സ്റ്റ് പോയിന്റ്, പ്രൊഫഷൻ, അദ്ദേഹത്തിൻ്റെ ജോലി, പ്രൊഫസർ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫിസിക്സ് അറ്റ് കാംബ്രിഡ്ജ് ഇൻ 1977. ഓക്കെ, ഈ ഒരു പോയിന്റിനെ നമുക്ക് സെൻറ്റൻസ് ആക്കിയിട്ട് ഇങ്ങനെ എഴുതാം. ഹി വാസ് ദ പ്രൊഫസർ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫിസിക്സ് അറ്റ് കാംബ്രിഡ്ജ് ഇൻ 1977. 1977 അദ്ദേഹം കാംബ്രിഡ്ജിൽ ഫിസിക്സിലെ ഒരു പ്രൊഫസറായിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, വർക്ക്സ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം 1988, സൂപ്പർ സ്പേസ് ആൻഡ് സൂപ്പർ ഗ്രാവിറ്റി 1981, The Very Early Universe 1983, The Universe in a Nutshell 2001. ഇവിടെ വർക്ക്സ് ആയിട്ട് തന്നിട്ടുള്ളത് അദ്ദേഹം പൂർത്തീകരിച്ച പുസ്തകങ്ങളുടെ പേരാണ് ഇവിടെ വർക്ക്സ് ആയിട്ട് തന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് സെൻറ്റൻസിലാക്കിയിട്ട് ഇങ്ങനെ എഴുതാം. ഹിസ് മോസ്റ്റ് ഫേമസ് ബുക്സ് ഇൻക്ലൂഡ്സ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം 1988, സൂപ്പർ സ്പേസ് ആൻഡ് സൂപ്പർ ഗ്രാവിറ്റി 1981, The Very Early Universe 1983 and The Universe in a Nutshell 2001. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നാം അവസാനമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകത്തിൻ്റെ പേരിന് മുമ്പായിട്ട് ആൻഡ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, അവാർഡുകളും ബഹുമതികളും. കാപ്ലാൻ മെഡൽ 2006, പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം 2009. ഓക്കെ, ഈ ഒരു പോയിന്റിനെ നമുക്ക് സെൻറ്റൻസിലാക്കിയിട്ട് ഇങ്ങനെ എഴുതാം. ഹി വാസ് ഗിവൺ മെനി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. അദ്ദേഹത്തിന് നിരവധി അവാർഡുകളും ബഹുമതികളും ലഭിച്ചു. ഇൻ 2006 ഹി വാസ് ഗിവൺ ദ കാപ്ലാൻ മെഡൽ ആൻഡ് ഹി റിസീവ്ഡ് ദ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ഇൻ 2009. നെക്സ്റ്റ് പോയിന്റ്, ചിൽഡ്രൻ, കുട്ടികൾ, ടിമോത്തി ഹോക്കിംഗ്, ലൂസി ഹോക്കിംഗ്, റോബർട്ട് ഹോക്കിംഗ്. ഹിസ് ചിൽഡ്രൻ ആർ ടിമോത്തി ഹോക്കിംഗ്,
ലൂസി ഹോക്കിംഗ് ആൻഡ് റോബർട്ട് ഹോക്കിംഗ്. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ടിമോത്തി ഹോക്കിംഗ്, ലൂസി ഹോക്കിംഗ്, റോബർട്ട് ഹോക്കിംഗ് എന്നിവരായിരുന്നു. ദ നെക്സ്റ്റ് പോയിന്റ്, സ്പൗസ് ഭാര്യ. ജെയിൻ ഹോക്കിംഗ്, എലൈൻ മേഷൻ. സ്റ്റീഫൻ ഹോക്കിംഗ് 2 വിവാഹം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ 2 ഭാര്യമാരുടെ പേരും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നമുക്ക് സെൻറ്റൻസിലാക്കിയിട്ട് ഇങ്ങനെ എഴുതാം. ഹി മാരീഡ് ട്വൈസ്. ഹിസ് വൈഫ്സ് വെയർ ജെയിൻ ഹോക്കിംഗ് ആൻഡ് എലൈൻ മേഷൻ. അദ്ദേഹം 2 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. ജെയിൻ ഹോക്കിംഗ്, എലൈൻ മേഷൻ എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ. നെക്സ്റ്റ് പോയിന്റ്, ഡൈഡ് മരണം. 14th March 2018, കാംബ്രിഡ്ജ്, UK. ദെൻ ഈ ഒരു പോയിന്റിനെ നമുക്ക് സെൻറ്റൻസിലാക്കിയിട്ട് ഇങ്ങനെ എഴുതാം. ഹി ഡൈഡ് ഓൺ 14th March 2018 അറ്റ് കാംബ്രിഡ്ജ് ഇൻ UK. ദെൻ ഈ ഒരു പ്രൊഫൈലിൻ്റെ അവസാന ഭാഗത്തിലൂടെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഹിസ് ലൈഫ് ഹാസ് ഇൻസ്പയർഡ് thousands ഓഫ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭിന്നശേഷിക്കാരായ വൈകല്യമുള്ള ആളുകൾക്ക് വലിയ പ്രചോദനം നൽകിയിട്ടുണ്ട്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്കറിയാം പ്രൊഫൈൽ നാം തയ്യാറാക്കുന്ന സമയത്ത് ആരുടെ പ്രൊഫൈലാണോ നാം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ടൈറ്റിലായിട്ട് എഴുതുകയും അതിനുശേഷം ക്വസ്റ്റ്യനിൽ സൂചനകളായിട്ട് തന്നിരിക്കുന്ന ഓരോ പോയിന്റുകളും സെൻറ്റൻസിലാക്കിയിട്ട് ഒരു പാരഗ്രാഫ് രൂപത്തിൽ എഴുതുകയുമാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ എഴുതാം. Then next question number 22. Maggie in The Price of Flowers reveals her unique personality in the story. Attempt a character sketch of Maggie in your own words. The Price of Flowers എന്ന കഥയിലൂടെ മാഗി അവളുടെ അതുല്യമായ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നുണ്ട്. Then question ഇതാണ്, attempt a character sketch of Maggie in your own words. നിങ്ങളുടേതായ വാക്കിലൂടെ മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. അതായത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന കഥയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുവാനാണ് നമ്മോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് ഇങ്ങനെ എഴുതാം. എങ്ങനെയാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ മാഗിയുടെ ക്യാരക്ടർ സ്കെച്ചും ഇതിനു മുമ്പേ നാം വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് നാം തയ്യാറാക്കുന്ന സമയത്ത് അവരെക്കുറിച്ച് നമുക്കറിയാവുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്താം. The next question number 23. His first flight discusses the story of a young seagull who was afraid to make his first flight and how the seagull's parents guided him into action, equipping him to face the challenges of life. പറക്കാൻ പേടിയായിരുന്ന ഒരു യങ്സീകൾ, ഒരു കുട്ടിക്കടൽക്കാക്കയെ എങ്ങനെയാണ് അതിൻ്റെ രക്ഷിതാക്കൾ പറക്കുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചത് എന്നുള്ളതും അതുപോലെ തന്നെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ എങ്ങനെ തയ്യാറാകണം എന്നതിനെക്കുറിച്ചാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന കഥ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, ഹാവ് യു എവർ ഫെൽറ്റ് ഓർ അണ്ടർസ്റ്റുഡ് ദ റോൾ ഓഫ് യുവർ പാരൻസ് ഇൻ മേക്കിംഗ് യു വാട്ട് യു ഹാവ് ടുഡേ. ഇന്നത്തെ നിലയിൽ നിങ്ങൾ എത്തിച്ചേർന്നതിന് പിന്നിലെ നിങ്ങളുടെ രക്ഷിതാക്കളുടെ പങ്കിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? റൈറ്റ് യുവർ എക്സ്പീരിയൻസ് ഇൻ എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് രൂപത്തിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് വിവരിക്കുക. അതായത് നമുക്കറിയാം ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന കഥയിലൂടെ പറയുന്നത് എങ്ങനെയാണ് രക്ഷിതാക്കൾ കുട്ടിക്കടൽക്കാക്കയെ, പറക്കാൻ പേടിയായിരുന്ന ഒരു കുട്ടിക്കടൽക്കാക്കയെ പറക്കുന്നതിന് വേണ്ടി അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നതിനെക്കുറിച്ചാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന കഥയിലൂടെ പറയുന്നത്. ഇനി നമ്മോടുള്ള ചോദ്യം ഇതാണ്, ഇന്ന് നാം എന്താണോ ആ ഒരു നിലയിൽ നാം എത്തിച്ചേർന്നതിന് പിന്നിലെ നമ്മുടെ രക്ഷിതാക്കളുടെ പങ്കിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുകയാണ് ഇവിടെ നാം ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇവിടെ ആൻസറായിട്ട് എഴുതിയിട്ടുള്ള ഈ ഒരു പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രക്ഷിതാക്കളുടെ പങ്കിനെക്കുറിച്ചാണ്. ഓക്കെ, വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കൂടുതൽ വിശദീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം അതിക്രമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് രക്ഷിതാക്കളുടെ പങ്കിനെക്കുറിച്ച് ഇവിടെ ഒരു പാരഗ്രാഫ് രൂപത്തിൽ ആൻസർ എഴുതിയിട്ടുള്ളത്. Then next question number 24. Your school is organizing a seminar on the topic Gandhiji's India and the India of today. ഗാന്ധിജിയുടെ ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യയും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ സ്കൂളിൽ ഒരു സെമിനാർ അവതരിപ്പിക്കുകയാണ്. 3 of your classmates presented papers on the topic. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ സഹപാഠികളായിട്ടുള്ള 3 വിദ്യാർത്ഥികൾ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. Then question ഇതാണ്, prepare a brief report of the program to be published in the school magazine.
സ്കൂൾ മാഗസിനിൽ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കുക. അതായത് ഗാന്ധിജിയുടെ ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യയും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ സ്കൂളിൽ ഒരു സെമിനാർ അവതരണം നടക്കുകയാണ്. ആ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള നമ്മുടെ സഹപാഠികളായിട്ടുള്ള 3 വിദ്യാർത്ഥികൾ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആ ഒരു വിഷയത്തെക്കുറിച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയാണ്. ദെൻ ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് സ്കൂൾ മാഗസിനിൽ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോഗ്രാമിൻ്റെ ആ ഒരു സെമിനാറിൻ്റെ ഒരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് എഴുതാനാണ് ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ ആൻസർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ നാം ഒരു ടൈറ്റിലാണ് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. കണ്ടക്റ്റഡ് എ സെമിനാർ ഓൺ ഗാന്ധിജീസ് ഇന്ത്യ ആൻഡ് ഇന്ത്യ ഓഫ് ടുഡേ. ദെൻ സാധാരണയായിട്ട് സെമിനാർ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ കൂടെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സൂചനകളും തരാറുണ്ട്. ഇവിടെ അങ്ങനെയുള്ള സൂചനകളും തന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നമ്മുടേതായ രീതിയിൽ നമുക്ക് ആ ഒരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കാം. ഇവിടെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 3 സെമിനാർ പ്രസൻറ്റേഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പേര് എഴുതിയിട്ട് അവർ അവതരിപ്പിച്ച ആ ഒരു സെമിനാർ റിപ്പോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളും നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഈ ഒരു സെമിനാർ റിപ്പോർട്ട് നമുക്ക് ഇങ്ങനെ എഴുതി തയ്യാറാക്കാം. ദെൻ ഇവിടെ സെമിനാർ വിഷയമായിട്ട് തന്നിട്ടുള്ളത് ഗാന്ധിജിയുടെ ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യയും എന്ന വിഷയമാണ് നമ്മുടെ സെമിനാർ ടോപ്പിക്കായിട്ട് തന്നിട്ടുള്ളത്. ദെൻ 3 വിദ്യാർത്ഥികളും സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് സെമിനാർ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും, അതായത് ഗാന്ധിജിയുടെ ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യയും എന്ന വിഷയത്തെക്കുറിച്ചായിരിക്കും അവർ സെമിനാർ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ദെൻ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടായിരിക്കണം നാം എഴുതേണ്ടത്. ഓക്കെ, സെമിനാർ റിപ്പോർട്ട് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം. The next question number 25. Selfless citizens like Hassan can help in any disaster or epidemic. ഏതൊരു ഡിസാസ്റ്റർ, ഒരു ദുരന്തവും ദെൻ എപ്പിഡമിക്, മഹാമാരിയും ഇവ ഉണ്ടാകുന്ന സമയത്ത് ഹസനെ പോലെയുള്ള നിസ്വാർത്ഥരായിട്ടുള്ള ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും. Then you notice that to handle COVID-19, the government has imposed several restrictions on people and advised them to follow health and safety protocols. COVID-19 എന്ന മഹാമാരിയെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ജനങ്ങളുടെ മേൽ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുകയും അവരോട് ആരോഗ്യപരവും സുരക്ഷാപരവുമായിട്ടുള്ള പ്രോട്ടോകോൾസ് പാലിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ബട്ട് മെനി പീപ്പിൾ ഇൻ യുവർ ലൊക്കാലിറ്റി നെഗ്ലക്ട് ദിസ്. എന്നാൽ നിങ്ങളുടെ നാട്ടിലുള്ള പല ആളുകളും സർക്കാരിൻ്റെ ഈ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളുമെല്ലാം അവഗണിക്കുകയാണ്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓൺ ദ സബ്ജക്റ്റ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് എഡിറ്റർക്കുള്ള ഒരു ലെറ്റർ തയ്യാറാക്കുക. അതായത് നമുക്കറിയാം COVID-19 എന്ന മഹാമാരിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ മേൽ ധാരാളം നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം പല ആളുകളും സർക്കാരിൻ്റെ ഈ ഒരു നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം അവഗണിക്കുകയാണ്. ദെൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ലെറ്റർ ടു ദ എഡിറ്റർ തയ്യാറാക്കാനാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. നമുക്കറിയാം ലെറ്റർ ടു ദ എഡിറ്റർ നാം തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ ടൈറ്റിലായിട്ട് എഴുതുക ലെറ്റർ ടു ദ എഡിറ്റർ. ദെൻ ഫ്രം അഡ്രസ്, ആരാണോ ഈ ഒരു ലെറ്റർ തയ്യാറാക്കുന്നത് അവരുടെ അഡ്രസ്, ദെൻ ഡേറ്റ്, ദെൻ ടു അഡ്രസ്, ഏത് പത്രത്തിൻ്റെ എഡിറ്റർക്കാണോ നാം എഴുതുന്നത് അവരുടെ അഡ്രസ്സായിരിക്കണം ടു അഡ്രസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. ദെൻ സല്യൂട്ടേഷൻ, ഡിയർ സർ. ദെൻ സബ്ജക്റ്റായിട്ട് നാം എഴുതേണ്ടത് ഏത് വിഷയത്തെക്കുറിച്ചാണോ നാം ഈ ഒരു ലെറ്റർ ടു ദ എഡിറ്റർ തയ്യാറാക്കുന്നത് ആ ഒരു വിഷയമായിരിക്കണം നാം സബ്ജക്റ്റായിട്ട് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം കീപ്പിംഗ് സേഫ്റ്റി പ്രോട്ടോകോൾസ്. ദെൻ കണ്ടന്റ് പാർട്ട് ഓഫ് ദ ലെറ്റർ ടു ദ എഡിറ്റർ. ഇവിടെ നാം എഴുതേണ്ടത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരെ അറിയിക്കാനുള്ള കാര്യങ്ങളും നമ്മുടെ നിർദ്ദേശങ്ങളും, ദെൻ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരോട് നൽകാനുള്ള റിക്വസ്റ്റ്, നമ്മുടെ അപേക്ഷയും ഈ ഒരു ലെറ്റർ ടു ദ എഡിറ്ററിൻ്റെ കണ്ടന്റ് ഭാഗത്തിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് ലെറ്റർ ടു ദ എഡിറ്റർ ഇവിടെ എഴുതാം. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഭാഷയാണ് ഈ ഒരു ലെറ്റർ ടു ദ എഡിറ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്. The next question number 26. You are appointed as a tourist guide on the island of Kandavo. കണ്ടാവോ ഐലൻഡ്, കണ്ടാവോ എന്ന ദ്വീപിലെ ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് നിങ്ങളെ നിയമിച്ചിട്ടുണ്ട്. ദെൻ എ ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റ് ഹാവ് ലാൻഡഡ് ദെയർ ഫോർ ദ ഫസ്റ്റ് ടൈം. ഒരു കൂട്ടം ടൂറിസ്റ്റുകൾ
കണ്ടാവോ ഐലൻഡിൽ ആദ്യമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ വുഡ് യു വെൽക്കം ദം? നിങ്ങൾ അവരെ എങ്ങനെ സ്വാഗതം ചെയ്യും? അതായത് കണ്ടാവോ ദ്വീപിലേക്ക് വന്നിട്ടുള്ള ആദ്യമായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആ ഒരു ടൂറിസ്റ്റുകളെ നിങ്ങൾ എങ്ങനെ സ്വാഗതം ചെയ്യും? ദെൻ പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച് യു വിൽ മേക്ക് ടു ഇൻട്രൊഡ്യൂസ് ദ ന്യൂ എൻട്രാൻസ് ടു ദ ഐലൻഡ്. ആദ്യമായിട്ട് ആ ഒരു ദ്വീപിലെത്തുന്ന അതിഥികളെ നിങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ആ ഒരു സ്പീച്ച്, ആ ഒരു പ്രസംഗത്തിൻ്റെ വെൽക്കം സ്പീച്ച്, സ്വാഗത പ്രസംഗത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. അതായത് കണ്ടാവു എന്ന ദ്വീപിലുള്ള ഒരു ടൂറിസ്റ്റ് ഗൈഡാണ് നാം. ദെൻ ആദ്യമായിട്ട് കണ്ടാവു എന്ന ദ്വീപിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ സ്വാഗതം ചെയ്തുകൊണ്ടും ആ ഒരു സ്ഥലത്തെ നാം പരിചയപ്പെടുത്തിക്കൊണ്ടും അവരോട് നടത്തുന്ന ഒരു വെൽക്കം സ്പീച്ചാണ് നാം ഇവിടെ തയ്യാറാക്കേണ്ടത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കണ്ടാവു എന്ന ദ്വീപിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ വെൽക്കം ചെയ്തുകൊണ്ട് നാം നടത്തുന്ന ആ ഒരു സ്പീച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഒരു വെൽക്കം സ്പീച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് നമുക്കറിയാം. അതായത് ആദ്യം തന്നെ കണ്ടാവു എന്ന ദ്വീപിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആ ഒരു ടൂറിസ്റ്റുകളെ സ്വാഗതം ചെയ്യുകയും അതിനുശേഷം കണ്ടാവു എന്ന ദ്വീപിനെക്കുറിച്ച് അവർക്ക് നാം വിവരിച്ചു കൊടുക്കുകയുമാണ് വേണ്ടത്. ദെൻ ഈ ഒരു ദ്വീപിനെക്കുറിച്ച് നാം വിവരിച്ചു കൊടുക്കുന്ന സമയത്ത് കണ്ടാവു എന്ന ദ്വീപിലുള്ള സ്ട്രേഞ്ച് റിച്വൽ, അപരിചിതമായിട്ടുള്ള ആചാരം, അതായത് ആമകളെ വിളിക്കുക എന്നുള്ള ആ ഒരു അപരിചിതമായിട്ടുള്ള ആചാരത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ദെൻ ആ ഒരു ആചാരത്തിന് പിന്നിലുള്ള കഥയെ അവർക്ക് വിവരിച്ചു കൊടുക്കുകയും വേണം. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു രൂപത്തിൽ നമുക്ക് ആ ഒരു വെൽക്കം സ്പീച്ച് തയ്യാറാക്കാം. അതായത് കണ്ടാവു എന്ന ദ്വീപിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ വെൽക്കം ചെയ്തുകൊണ്ട് ഈ ഒരു രൂപത്തിൽ നമുക്ക് വെൽക്കം സ്പീച്ച് തയ്യാറാക്കാം. The next question number 27. അബ്ദുൽ കലാം എക്സ്ഹോർട്സ് സ്റ്റുഡൻസ് ടു ബി യുണീക്ക്. ഡോക്ടർ APJ അബ്ദുൽ കലാം വിദ്യാർത്ഥികളോട് യുണീക്ക്, അതുല്യരാകുന്നതിനെക്കുറിച്ച് എക്സ്ഹോർട്സ് ഊന്നി പറയുന്നുണ്ട്, അതായത് ഉപദേശിക്കുന്നുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, യു തിങ്ക് ദാറ്റ് യു ആർ യുണീക്ക് ഇൻ മെനി വേയ്സ്. നിങ്ങൾ മനസ്സിലാക്കുകയാണ് പല വിധത്തിൽ നിങ്ങൾ യുണീക്കാണ്, നിങ്ങൾ അതുല്യരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ദെൻ പ്രിപ്പയർ എ റൈറ്റപ്പ് ഹൈലൈറ്റിംഗ് യുവർ യുണീക്ക്നെസ്. നിങ്ങളുടെ അതുല്യതയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക. അതായത് ഐ വിൽ ഫ്ലൈ എന്ന സ്പീച്ചിലൂടെ ഡോക്ടർ APJ അബ്ദുൽ കലാം വിദ്യാർത്ഥികളോട് യുണീക്കാകാൻ, അതായത് അതുല്യരാകാൻ അദ്ദേഹം ഉദ്ബോധിപ്പിക്കുന്നുണ്ട്, അതായത് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്. അതായത് വളരെ ശക്തമായിട്ട് അദ്ദേഹം വിദ്യാർത്ഥികളോട് പറയുന്നുണ്ട് ജീവിതത്തിൽ യുണീക്കാകണം എന്ന് വളരെ ശക്തമായിട്ട് തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഐ വിൽ ഫ്ലൈ എന്ന സ്പീച്ചിലൂടെ പറയുന്നുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ നാം വളരെ യുണീക്ക്, അതുല്യനാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. ദെൻ നമ്മുടെ അതുല്യതയെ വ്യക്തമാക്കിക്കൊണ്ടും അതിനെ ഉയർത്തി കാണിച്ചുകൊണ്ടും നാം തയ്യാറാക്കുന്ന ഒരു റൈറ്റപ്പാണ് ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഒരു റൈറ്റപ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം. The next question number 28. The narrator in The Price of Flowers returned to India. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന കഥയിലെ നരേറ്റർ നമുക്കറിയാം മിസ്റ്റർ ഗുപ്ത ഇന്ത്യയിലേക്ക് തിരികെ പോവുകയാണ്. എവറി ഇയർ ഹി ഗോസ് ടു ഫ്രാങ്ക്സ് ഗ്രേവ് ടു പ്ലേസ് എ റീത്ത് ഓഫ് ഫ്ലവേഴ്സ്. ഫ്രാങ്കിൻ്റെ ശവകുടീരത്തിൽ പൂക്കൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും അദ്ദേഹം ഫ്രാങ്കിൻ്റെ ശവകുടീരം സന്ദർശിക്കുകയാണ്. ഓൺ വൺ സച്ച് വിസിറ്റ് ഹി ഹാപ്പൻ ടു സീ മാഗി ദെയർ. അങ്ങനെ ഫ്രാങ്കിൻ്റെ ശവകുടീരം എല്ലാ വർഷവും അദ്ദേഹം സന്ദർശിക്കുന്നതിനിടയിൽ ഒരു വർഷം അദ്ദേഹം മാഗിയെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ്. ദെൻ ബോത്ത് ഓഫ് ദം ആർ വെരി മച്ച് എക്സൈറ്റഡ് അറ്റ് ദ മീറ്റിംഗ്. അങ്ങനെ കണ്ടുമുട്ടിയ സമയത്ത് രണ്ടുപേരും മിസ്റ്റർ ഗുപ്തയും മാഗിയും വളരെയധികം സന്തോഷിക്കുകയാണ്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രിപ്പയർ ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അവർക്കിടയിലുള്ള സംഭാഷണം എഴുതുക. അതായത് മാഗിയും മിസ്റ്റർ ഗുപ്തയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. അതായത് മിസ്റ്റർ ഗുപ്ത ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ എത്തിയ ശേഷം എല്ലാ വർഷവും മാഗിയുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിൻ്റെ ശവകുടീരം അവിടെ പൂക്കൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാ വർഷവും സന്ദർശിക്കുകയാണ്. അങ്ങനെ എല്ലാ വർഷവും മാഗിയുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിൻ്റെ ശവകുടീരം അദ്ദേഹം സന്ദർശിക്കുന്നതിനിടയിൽ ഒരു വർഷം അദ്ദേഹം മാഗിയെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ്. ദെൻ അവർ തമ്മിലുള്ള, അതായത് മിസ്റ്റർ ഗുപ്തയും മാഗിയും തമ്മിലുള്ള സംഭാഷണമാണ് നാം എഴുതേണ്ടത്. ദെൻ റൈറ്റ് അറ്റ്ലീസ്റ്റ് 5 എക്സ്ചേഞ്ചസ്. ഇവിടെ നാം ഈ ഒരു കോൺവെർസേഷൻ തയ്യാറാക്കുന്ന സമയത്ത് 5 എക്സ്ചേഞ്ചുകളെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു എക്സ്ചേഞ്ച് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അതായത് 2 പേരുടെ ഡയലോഗുകൾ കൂടിയതായിരിക്കും ഒരു എക്സ്ചേഞ്ച്. ഇങ്ങനെയുള്ള 5 എക്സ്ചേഞ്ചുകളെങ്കിലും നമ്മുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. അതായത് മിസ്റ്റർ ഗുപ്തയും മാഗിയും തമ്മിലുള്ള സംഭാഷണം.
The next question. Questions 29 to 32. Answer any two questions. Each carries 6 scores. 29 മുതൽ 32 വരെയുള്ള ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക. ഓരോ ഉത്തരത്തിനും 6 മാർക്ക് വീതം. ഓക്കെ, 6 മാർക്കിനുള്ള ചോദ്യത്തിൻ്റെ ആൻസർ നാം എഴുതുന്ന സമയത്ത് നമ്മുടെ ആൻസർ ചുരുങ്ങിയത് ഒരു പേജെങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ഒരു പേജിലധികം നമ്മുടെ ആൻസർ ഉണ്ടായിരിക്കണം. ദെൻ ക്വസ്റ്റ്യൻസ് നോക്കാം. Question 29. The news about Hassan's selfless service during the epidemic was brought to light by Dr. H.A. Cronin, the chief physician on the Rana Ganji. റാണ ഗഞ്ചി എന്ന ഒരു ഷിപ്പിൽ, ആ ഒരു കപ്പലിൽ സ്മാൾ പോക്സ് വസൂരി എന്ന പകർച്ചവ്യാധി ഉണ്ടായ സമയത്ത് ഹസൻ ചെയ്തിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സേവനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കപ്പലിലെ ഡോക്ടറായിരുന്ന ഡോക്ടർ എച്ച് എ ക്രോണിൻ എല്ലാവരെയും അറിയിക്കുകയാണ്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്. യു വിഷ് ടു കണ്ടക്ട് എൻ ഇൻ്റർവ്യൂ വിത്ത് ഹസൻ ഫോർ ദ സ്കൂൾ മാഗസിൻ. സ്കൂൾ മാഗസിന് വേണ്ടി നിങ്ങൾ ഹസനെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ദെൻ പ്രിപ്പയർ അറ്റ്ലീസ്റ്റ് 6 ക്വസ്റ്റ്യൻസ് ഫോർ ദ ഇൻ്റർവ്യൂ. ആ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള 6 ചോദ്യങ്ങൾ തയ്യാറാക്കുക. അതായത് ദ സെറോങ് ഓഫ് റാണ ഗഞ്ചി എന്ന ചാപ്റ്ററിൽ ഹസൻ ചെയ്തിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങളെക്കുറിച്ച് ഡോക്ടർ എ ജെ ക്രോണിൻ പറയുന്നുണ്ട്. കപ്പൽ യാത്രക്കിടയിൽ ധാരാളം കപ്പൽ ജോലിക്കാർക്ക് വസൂരി എന്ന മാരകമായിട്ടുള്ള അസുഖം പിടിപെടുകയും ആ ഒരു സമയത്ത് ഹസൻ ചെയ്തിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങളെക്കുറിച്ച് ഡോക്ടർ എ ജെ ക്രോണിൻ ദ സെറോങ് ഓഫ് റാണ ഗഞ്ചി എന്ന ഒരു കഥയിലൂടെ പറയുന്നുണ്ട്. ദെൻ ഹസൻ ചെയ്തിട്ടുള്ള ഈ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങളെക്കുറിച്ച് നാം അറിയുകയും അതിനുശേഷം സ്കൂൾ മാഗസിന് വേണ്ടിയിട്ട് ഹസനുമായി നാം നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഇവിടെ നമ്മോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. 6 ചോദ്യമാണ് ഇവിടെ നാം എഴുതേണ്ടത്. അതായത് ഹസനോട് നാം ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ. ദെൻ ഇവിടെ നാം ശ്രദ്ധിക്കുക, ഇവിടെ റെസ്പോൺസ് എഴുതാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. അതായത് ഹസൻ തിരികെ നമുക്ക് നൽകുന്ന മറുപടി എഴുതാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നാം 6 ചോദ്യങ്ങൾ മാത്രം എഴുതിയാൽ മതിയാകും. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഹസനോട് നമുക്ക് ഇങ്ങനെയുള്ള 6 ചോദ്യങ്ങൾ ചോദിക്കാം. The next question. Question number 30. Imagine that you are a reporter of a daily and a friend of Captain Joyce, who flew the air balloon in the trip of Lihola. The trip of Lihola എന്ന ബലൂൺ യാത്ര നടത്തിയ ക്യാപ്റ്റൻ ജോവിസിൻ്റെ ഫ്രണ്ടാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളൊരു പത്രപ്രവർത്തകനുമാണ്. ജോവിസ് give you a detailed description of the thrilling journey to be published in your daily. ആവേശകരമായിട്ടുള്ള ആ ഒരു ബലൂൺ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ക്യാപ്റ്റൻ ജോവിസ് ആ ഒരു യാത്രയെക്കുറിച്ച്, ആവേശകരമായിട്ടുള്ള ആ ഒരു ബലൂൺ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട് ദ ജേണി. ആ ഒരു യാത്രയെക്കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക. അതായത് ദ ട്രിപ്പ് ഓഫ് ലിഹോല എന്ന ചാപ്റ്ററിലൂടെ ലിഹോല എന്ന ഹോട്ട് എയർ ബലൂണിലൂടെയുള്ള യാത്രയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു യാത്രയുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ഇവിടെ നാം തയ്യാറാക്കേണ്ടത്. ദെൻ ഈ ഒരു യാത്രയെക്കുറിച്ചുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നാം തയ്യാറാക്കുന്ന സമയത്ത് അവയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ ഒരു സൂചനകൾ നമുക്ക് നോക്കാം. വെൻ ആൻഡ് വെയർ. ആ ഒരു യാത്ര വെൻ എപ്പോഴായിരുന്നു, ആൻഡ് വെയർ എവിടെ വെച്ചായിരുന്നു. ദെൻ ഹെഡിങ്. തീർച്ചയായിട്ടും നമുക്കറിയാം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നാം തയ്യാറാക്കുന്ന സമയത്ത് ഹെഡിങ് ഉണ്ടായിരിക്കണം. ദെൻ പ്രിപ്പയറിംഗ് ദ ബലൂൺ. ആ ഒരു ബലൂണിനെ, ഹോട്ട് എയർ ബലൂണിനെ സജ്ജമാക്കുന്നതിനെക്കുറിച്ച്, തയ്യാറാക്കുന്നതിനെക്കുറിച്ച്. ദെൻ ദ ഫ്ലൈറ്റ്. ആ ഒരു യാത്രയെക്കുറിച്ച്. ദെൻ ദ ഏരിയൽ വ്യൂ. ആകാശ കാഴ്ചകളെക്കുറിച്ച്. ദെൻ ലാൻഡിങ്. ആ ലാൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച്. ദെൻ റിമാർക്സ് ഓഫ് വ്യൂവേഴ്സ്. കാഴ്ചക്കാരുടെ അഭിപ്രായങ്ങൾ. ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നാം ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, നമുക്കറിയാം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നാം തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ ടൈറ്റിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ദെൻ അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ എഴുതാം. Then next question. Question number 31. After reading the chapter I Will Fly, you realize that you have also the same problems as the student who talked to Abdul Kalam. I Will Fly എന്ന ആ ഒരു സ്പീച്ച് വായിച്ചതിന് ശേഷം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനോട് ചോദ്യം ചോദിച്ചിട്ടുള്ള ആ ഒരു കുട്ടിയുടെ അതേ പ്രശ്നങ്ങൾ, അതായത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനോട് സംസാരിച്ചിട്ടുള്ള ആ ഒരു കുട്ടിയുടെ പ്രശ്നങ്ങൾ, അതേ പ്രശ്നങ്ങൾ നമുക്കുമുണ്ട് എന്ന് നാം തിരിച്ചറിയുകയാണ്.
ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ചോദ്യം ചോദിച്ചിട്ടുള്ള ആ ഒരു കുട്ടിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തിൻ്റെ കുറവ്, ദെൻ ലാക്ക് ഓഫ് കറേജ്, ധൈര്യത്തിൻ്റെ കുറവ് തുടങ്ങിയവയൊക്കെയായിരുന്നു ആ ഒരു ആൺകുട്ടിയുടെ പ്രശ്നങ്ങൾ. അതേ പ്രശ്നങ്ങൾ നമുക്കുമുണ്ട് എന്ന് നാം തിരിച്ചറിയുകയാണ്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്: യു വുഡ് ലൈക്ക് ടു ഷെയർ യുവർ പ്രോബ്ലംസ് വിത്ത് യുവർ ക്ലാസ് ടീച്ചർ ബൈ ഇമെയിൽ. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ടീച്ചറുമായിട്ട് പങ്കുവെക്കാൻ, ഇമെയിലിലൂടെ പങ്കുവെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ദെൻ റൈറ്റ് ദ ഇമെയിൽ, ആ ഒരു ഇമെയിൽ തയ്യാറാക്കുക. അതായത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ടീച്ചറെ അറിയിച്ചുകൊണ്ട് നാം ഒരു ടീച്ചർക്ക് എഴുതുന്ന ഒരു ഇമെയിൽ. ദെൻ നമുക്കറിയാം, ഒരു ഇമെയിൽ നാം തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ നാം എഴുതേണ്ടത് ആർക്കാണ് നാം ഈ ഒരു ഇമെയിൽ എഴുതുന്നത് അവരുടെ ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കണം നാം ടു അഡ്രസ്സായിട്ട് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് എഴുതാം to selina@gmail.com. ദെൻ അടുത്തതായിട്ട് നാം എഴുതേണ്ടത് സബ്ജക്റ്റ്, അതായത് എന്തിനെക്കുറിച്ചാണോ നാം ഈ ഒരു ഇമെയിൽ എഴുതുന്നത് അതായിരിക്കണം സബ്ജക്റ്റ് ആയിട്ട് ഇവിടെ എഴുതേണ്ടത്. അത് ചുരുക്കിയിട്ട് എഴുതുക. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം സീക്കിംഗ് അഡ്വൈസ്, ഉപദേശം തേടുക. ദെൻ കണ്ടൻറ് പാർട്ട് ഓഫ് ദ ഇമെയിൽ. ദെൻ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ടീച്ചറുമായിട്ട് പങ്കുവെക്കുകയും ടീച്ചറിൽ നിന്ന് ഉപദേശം തേടിക്കൊണ്ടുള്ള ഇമെയിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32. ഇമാജിൻ ദാറ്റ് യു ആർ ദ വൈൽഡ് ലൈഫ് റിപ്പോർട്ടർ ഓൺ എ ടെലിവിഷൻ ചാനൽ. നിങ്ങൾ ഒരു ടെലിവിഷൻ ചാനലിലെ വൈൽഡ് ലൈഫ് റിപ്പോർട്ടറാണ്. യു ആർ നിയർ ദ ക്ലിഫ് ഓൺ വിച്ച് ദ സീഗൾ ഫാമിലി ലീവ്സ്. കടൽക്കാക്കയുടെ ഫാമിലി, കുടുംബം ജീവിക്കുന്ന ആ ഒരു ക്ലിഫ്, ആ ഒരു മലയുടെ അടുത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ആൻഡ് യു വിറ്റ്നസ് ഓൾ ദ ഇവൻറ്റ്സ് ഓഫ് ദ യങ് സീഗൾസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. കുട്ടിക്കടൽക്കാക്കയുടെ ആദ്യ പറക്കലുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങൾക്കും നിങ്ങൾ സാക്ഷിയാവുകയാണ്. അതായത് കുട്ടിക്കടൽക്കാക്ക പറക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും ആ ഒരു സമയത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീക്ഷിക്കുകയാണ്, നിങ്ങൾ കാണുകയാണ്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിപ്പയർ എ ലൈവ് റിപ്പോർട്ട് ഓഫ് ദ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് ദ സീഗൾ. ഈ ഒരു കടൽക്കാക്കയുടെ ആദ്യത്തെ പറക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ലൈവ് റിപ്പോർട്ടായിട്ട് തയ്യാറാക്കുക. അതായത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന കഥയിലൂടെ യങ് സീഗൾ കുട്ടിക്കടൽക്കാക്കയുടെ ആദ്യ പറക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. കുട്ടിക്കടൽക്കാക്കയുടെ ആദ്യ പറക്കലുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും നാം വീക്ഷിക്കുകയാണ്, നാം കാണുകയാണ്. അതിൻ്റെ ലൈവ് റിപ്പോർട്ടാണ് നാം തയ്യാറാക്കേണ്ടത്. ദെൻ ഇവിടെ ക്വസ്റ്റ്യനിൽ ഹിൻസായിട്ട്, സൂചനകളായിട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. ദ സീഗൾസ് ഹാച്ചസ്, കടൽക്കാക്കകൾ മുട്ടയിൽ നിന്ന് വിരിയുന്നത്. ദെൻ സ്ട്രഗിൾ ടു വാക്ക്, നടക്കാൻ പ്രയാസപ്പെടുന്നത്. ദെൻ പാരൻസ് മോട്ടിവേഷൻ, രക്ഷിതാക്കളുടെ പ്രചോദനം. ദെൻ സ്ട്രൈവ്സ്, പരിശ്രമങ്ങൾ. ദെൻ ഹങ്കർ, വിശപ്പ്. ദെൻ ഡിറ്റർമിൻ ടു ഫ്ലൈ, പറക്കാൻ വേണ്ടി നിശ്ചയിക്കുന്നത്. ദെൻ മേക്സ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അങ്ങനെ അവസാനം അതിൻ്റെ ആദ്യത്തെ പറക്കൽ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഹിൻസായിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ ഒരു ലൈവ് റിപ്പോർട്ട് ഇങ്ങനെ തയ്യാറാക്കാം. ഓക്കെ, ഈ ഒരു ലൈവ് റിപ്പോർട്ടിൽ നാം ഉൾപ്പെടുത്തേണ്ടത് യങ് സീഗൾ കുട്ടിക്കടൽക്കാക്കയുടെ ആദ്യ പറക്കലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഈ ഒരു ലൈവ് റിപ്പോർട്ടിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. അതായത് യങ് സീഗൾ കുട്ടിക്കടൽക്കാക്ക ആ ഒരു പാറയുടെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതും അവൻ്റെ 2 സഹോദരങ്ങളും ഒരു സഹോദരിയും പറന്നു പോകുന്നതും അതിനുശേഷം അവനെ പറപ്പിക്കുന്നതിന് വേണ്ടി അവൻ്റെ രക്ഷിതാക്കൾ അവനെ വിളിക്കുന്നതും ദെൻ അവനോട് ദേഷ്യപ്പെടുന്നതും അവസാനം അവനെ ഭീഷണിപ്പെടുത്തുന്നതും. ദെൻ ഈ ഒരു കുട്ടിക്കടൽക്കാക്ക പറക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതും ദെൻ അവന് വിശപ്പ് തോന്നിയ സമയത്ത് അവൻ ഭക്ഷണത്തിന് വേണ്ടി തിരയുന്ന സമയത്ത് അവന് അയലയുടെ വാല് ലഭിക്കുന്നതും ദെൻ അവൻ്റെ കൂട്ടിൽ നിന്ന് മുട്ടത്തോട് ലഭിക്കുന്നതും അവനത് ഭക്ഷിക്കുന്നതും അവസാനം അവനെ പറപ്പിക്കുന്നതിന് വേണ്ടി അവൻ്റെ അമ്മ ചെയ്യുന്ന ആ ഒരു ട്രിക്ക്, ആ ഒരു സൂത്രം ചെയ്യുന്നതും തുടങ്ങിയ കാര്യങ്ങളും അവസാനം അവൻ പറക്കുന്നതും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ലൈവ് റിപ്പോർട്ടിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ഒരു രീതിയിൽ ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കാം. ദെൻ നെക്സ്റ്റ് Questions 33 to 38. Answer any 3 questions. Each carries 8 scores. 33 മുതൽ 38 വരെയുള്ള 6 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതുക. ഓരോ ചോദ്യത്തിനും 8 മാർക്ക് വീതമാണ് ലഭിക്കുന്നത്. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 8 മാർക്കിൻ്റെ ചോദ്യത്തിനുള്ള ആൻസർ നാം എഴുതുന്ന സമയത്ത് 2 പേജെങ്കിലും, അതായത് ഒരു പേജിൻ്റെ 2 പുറമെങ്കിലും നമ്മുടെ ആൻസർ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. Question 33. You and your friend visit the Kandau Island on one of your vacations. നിങ്ങളുടെ വെക്കേഷൻ സമയത്ത് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും കണ്ടാവു എന്ന ആ ഒരു ദ്വീപ്, കണ്ടാവു ഐലൻഡ് നിങ്ങൾ സന്ദർശിക്കുകയാണ്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ ട്രാവൽ എസ്സേ ഓൺ ദ ടൂർ. ആ ഒരു യാത്രയെക്കുറിച്ചുള്ള യാത്രാ വിവരണം തയ്യാറാക്കുക.
അതായത് നമുക്കറിയാം ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന ചാപ്റ്ററിലൂടെ വളരെ വിശദമായിട്ട് തന്നെ കണ്ടാവു എന്ന ഒരു ദ്വീപിനെക്കുറിച്ചും അവിടെയുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള അപരിചിതമായിട്ടുള്ള ആചാരത്തിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ദെൻ നാം നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ കണ്ടാവു എന്ന ഒരു ദ്വീപ് സന്ദർശിക്കുകയാണ്. അതിനുശേഷം നാം എഴുതി തയ്യാറാക്കുന്ന ഒരു ട്രാവൽ റിപ്പോർട്ട്, അതായത് ട്രാവൽ എസ്സേ ആണ് ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ട്രാവലോഗ്, യാത്രാ വിവരണമാണ് നാം തയ്യാറാക്കേണ്ടത്. ദെൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സൂചനകൾ പരിശോധിക്കാം. ഹിൻസ്: ദ വോയേജ്, കടൽ യാത്ര. ദ ലാൻഡ്സ്കേപ്പ്, ഭൂപ്രദേശം. ദ കുസീൻ, ഭക്ഷണം. ദ കൾച്ചർ, സംസ്കാരം. ദെൻ ദ സ്പെഷ്യൽ അട്രാക്ഷൻ, ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേക ആകർഷണങ്ങൾ. ദെൻ പേഴ്സണൽ ഇംപ്രഷൻസ്, വ്യക്തിപരമായ നമ്മുടെ അഭിപ്രായം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഒരു ട്രാവൽ എസ്സേയിൽ, ആ ഒരു ട്രാവലോഗിൽ, അതായത് യാത്രാ വിവരണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, നമുക്കറിയാം ഒരു ട്രാവലോഗ് നാം തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ നാം എഴുതേണ്ടത് ടൈറ്റിലാണ്. ഓക്കെ, നമുക്ക് ടൈറ്റിൽ ഇങ്ങനെ എഴുതാം: എ മെമ്മോറബിൾ ട്രിപ്പ് ടു ദ ഐലൻഡ് ഓഫ് കണ്ടാവു. ദെൻ അതിനുശേഷം നമ്മുടെ യാത്രാ അനുഭവങ്ങളാണ് നാം വിവരിക്കേണ്ടത്. ഓക്കെ, നമുക്ക് കണ്ടാവു എന്ന ദ്വീപിലേക്കുള്ള ട്രാവലോഗ്, ആ ഒരു യാത്രാ വിവരണം നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഒരു യാത്രാ വിവരണത്തിൽ നാം ഉൾപ്പെടുത്തേണ്ടത് നമ്മുടെ കടൽ യാത്രയെക്കുറിച്ചും അതിനുശേഷം കണ്ടാവു എന്ന ഒരു ദ്വീപിനെക്കുറിച്ചും അവിടെയുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള അപരിചിതമായിട്ടുള്ള ആ ഒരു ആചാരത്തെക്കുറിച്ചുമാണ് നാം ഈ ഒരു ട്രാവൽ എസ്സേയിൽ എഴുതേണ്ടത്. ഓക്കെ, ആ ഒരു ട്രാവൽ എസ്സേ നമുക്ക് ഇങ്ങനെ എഴുതാം. Then next question 34. The poem If describes the traits of a perfect man. ഈഫ് എന്ന കവിത വിവരിക്കുന്നത് പെർഫെക്റ്റായ മനുഷ്യൻ്റെ ട്രേറ്റ്സ്, ക്വാളിറ്റീസ്, ഗുണങ്ങളാണ് ഈഫ് എന്ന കവിത വിവരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിപ്പയർ ആൻ അപ്രിസിയേഷൻ ഓഫ് ദ പോം ഫോക്കസിങ് ഓൺ ദ ക്വാളിറ്റീസ് ഓഫ് സച്ച് എ മാൻ. ഓക്കെ, ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഈഫ് എന്ന കവിതയുടെ അപ്രിസിയേഷൻ എഴുതി തയ്യാറാക്കുവാനാണ്. ദെൻ നമുക്കറിയാം ഒരു അപ്രിസിയേഷൻ നാം എഴുതി തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ എഴുതേണ്ടത് നാം ടൈറ്റിലാണ്. അതായത് ഏത് കവിതയുടെ അപ്രിസിയേഷൻ ആണോ നാം എഴുതുന്നത് ആ ഒരു കവിതയുടെ പേര് ടൈറ്റിലായിട്ട് എഴുതുക. ദെൻ അപ്രിസിയേഷനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ആദ്യ ഭാഗത്തിൽ, ആദ്യ പാരഗ്രാഫിൽ നാം എഴുതേണ്ടത് ആ ഒരു കവിതയുടെ ടൈറ്റിൽ, ദെൻ കവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ദെൻ ഈ ഒരു കവിതയുടെ തീം, ആശയം, ഇത്രയും കാര്യങ്ങളാണ് ആദ്യ പാരഗ്രാഫിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ദെൻ ഇനി അപ്രിസിയേഷൻ്റെ 2ാം ഭാഗത്തിൽ നാം എഴുതേണ്ടത് ഏത് കവിതയുടെ അപ്രിസിയേഷനാണോ നാം എഴുതുന്നത് ആ ഒരു കവിതയുടെ സമ്മറിയാണ് അപ്രിസിയേഷൻ്റെ 2ാം ഭാഗത്തിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അത് ഒന്നോ അതല്ലെങ്കിൽ ഒന്നിലധികമോ പാരഗ്രാഫുകളിലായിട്ട് ആ ഒരു കവിതയുടെ സമ്മറി നമുക്ക് എഴുതാം. ദെൻ ഇനി ഒരു കവിതയുടെ അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് അതിൻ്റെ 3ാം ഭാഗത്തിൽ നാം ഉൾപ്പെടുത്തേണ്ടത് സ്ട്രക്ചർ ഓഫ് ദ പോം, ഈ ഒരു കവിതയുടെ സ്ട്രക്ചർ. ദെൻ പോയറ്റിക് ഡിവൈസസ് ഇൻ ദ പോം, ഈ ഒരു കവിതയിലുള്ള പോയറ്റിക് ഡിവൈസസ്, അതായത് സൗണ്ട് ഇഫക്ട്സ്, സിംബൽസ്, ലാംഗ്വേജ്, ഫിഗർ ഓഫ് സ്പീച്ച്. ദെൻ മെസ്സേജ് ഓഫ് ദ പോയം. ദെൻ അവർ ഒപ്പീനിയൻസ് അബൌട്ട് ദിസ് പോയം, ഈ ഒരു കവിതയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ. ഇത്രയും കാര്യങ്ങൾ അപ്രിസിയേഷൻ്റെ 3ാം ഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇതൊരു പാരഗ്രാഫ് രൂപത്തിൽ നമുക്ക് എഴുതാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35. Gandhiji dreamed of an India in which all communities could live in perfect harmony. എല്ലാ സമുദായങ്ങളും ഐക്യത്തിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യ ആയിരുന്നു ഗാന്ധിജിയുടെ സ്വപ്നത്തിലെ ഇന്ത്യ. അങ്ങനെയുള്ള ഒരു ഇന്ത്യ ആയിരുന്നു ഗാന്ധിജി സ്വപ്നം കണ്ടത്. ദെൻ വാട്ട് ആർ യുവർ ഡ്രീംസ് അബൌട്ട് ദ ഫ്യൂച്ചർ ഇന്ത്യ? ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദ ടോപ്പിക് ടു എ സ്കൂൾ അസംബ്ലി ഓൺ ഗാന്ധി ജയന്തി. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഗാന്ധി ജയന്തി ദിനത്തിൽ നിങ്ങളുടെ സ്കൂൾ അസംബ്ലിയിൽ നിങ്ങൾ നടത്തുന്ന ഒരു സ്പീച്ച് തയ്യാറാക്കുക. അതായത് നിങ്ങളുടെ സ്വപ്നത്തിലെ ഇന്ത്യയെക്കുറിച്ച് ഗാന്ധി ജയന്തി ദിനത്തിൽ നിങ്ങളുടെ സ്കൂൾ അസംബ്ലിയിൽ നിങ്ങൾ നടത്തുന്ന ഒരു സ്പീച്ച് തയ്യാറാക്കുക. ദെൻ ഇവിടെ ക്വസ്റ്റ്യനിൽ സൂചനകളായിട്ട് തന്നിട്ടുള്ള കാര്യങ്ങളാണ്: ഇന്ത്യ പൊളിറ്റിക്കൽ ഫീൽഡ്, ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലം. ദെൻ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വംശീയ വിവേചനം, അതായത് വേർതിരിവ്. ദെൻ കാസ്റ്റിസം, ജാതീയത. ദെൻ സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം. ദെൻ ടെക്നോളജി, സാങ്കേതിക വിദ്യ. ദെൻ അഡ്വാൻസ് ഇൻ എക്കണോമിക് ആൻഡ് സയൻറ്റിഫിക് ഫീൽഡ്സ്, സാമ്പത്തിക ശാസ്ത്ര മേഖലകളിലെ പുരോഗതി. ദെൻ ഡിഫെൻസ്, പ്രതിരോധം. ദെൻ ഹാർമണി എമംഗ് പീപ്പിൾ, ജനങ്ങൾക്കിടയിലെ ഐക്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഹിൻസായിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സ്പീച്ച് ഇങ്ങനെ എഴുതി തയ്യാറാക്കാം. അതായത് ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മുടെ സ്കൂൾ അസംബ്ലിയിൽ നാം നടത്തുന്ന ഒരു സ്പീച്ചാണ് ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സ്പീച്ചിൻ്റെ ടോപ്പിക് എന്താണ്? നമ്മുടെ സ്വപ്നത്തിലെ ഇന്ത്യ, ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ഈ ഒരു
സ്പീച്ചിൽ എഴുതാം. Then next question number 36. Self-confidence, self-reliance and determination determine the success of a person. ഒരാളുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ദെൻ സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം, ദെൻ ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം, ഇത്രയും കാര്യങ്ങളാണ് ഒരാളുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. ദ സ്റ്റോറി ഓഫ് ദ യങ് സീഗൾ ഈസ് എൻ എക്സാമ്പിൾ. ഇതിന് നല്ലൊരു ഉദാഹരണമാണ് ആ ഒരു യങ് സീഗളിൻ്റെ കഥ, അതായത് കുട്ടിക്കടൽക്കാക്കയുടെ കഥ. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എൻ എസ്സേ ഓൺ ദ നീഡ് ഫോർ ദീസ് ക്വാളിറ്റീസ് ടു ഓവർകം ദ ചലഞ്ചസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ഇത്രയും ക്വാളിറ്റീസ്, അതായത് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് റിലയൻസ്, ഡിറ്റർമിനേഷൻ, ഇത്രയും ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു എസ്സേ തയ്യാറാക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും ഇത്രയും നല്ല ക്വാളിറ്റീസ്, സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ദെൻ സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം, ദെൻ ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം, ഇത്രയും ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു എസ്സേ തയ്യാറാക്കുക. ഓക്കെ, ആ ഒരു എസ്സേ നമുക്ക് ഇങ്ങനെ എഴുതാം. ദെൻ നമുക്കറിയാം, ഒരു എസ്സേ നാം തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ ടൈറ്റിലാണ് എഴുതേണ്ടത്. നമുക്കിവിടെ ടൈറ്റിലായിട്ട് എഴുതാം ഓവർകം ദ ചലഞ്ചസ് ഓഫ് ലൈഫ്. ദെൻ കണ്ടൻറ് പാർട്ട് ഓഫ് ദ എസ്സേ. ദെൻ ഇവിടെ നാം എഴുതേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ദെൻ സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം, ദെൻ ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം തുടങ്ങിയ നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ഒരു എസ്സേയിലൂടെ നാം എഴുതേണ്ടത്. ദെൻ അതുപോലെ തന്നെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന കഥയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള യങ് സീഗൾ കുട്ടിക്കടൽക്കാക്കയുടെ ആദ്യ പറക്കലിനെ കുറിച്ചുള്ള സംഭവങ്ങളും ഈ ഒരു എസ്സേയിൽ നമുക്ക് ഉൾപ്പെടുത്താം. Then next question number 37. After he became an estate or a farmer's owner, Nicola places an advertisement in the newspaper in search of a manager for his estate. ഒരു എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥനായതിനു ശേഷം നിക്കോളെ അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിലേക്ക് ഒരു മാനേജറെ ആവശ്യപ്പെട്ടുകൊണ്ട് പത്രത്തിൽ ഒരു പരസ്യം നൽകുകയാണ്. Then imagine that you have all the required qualifications mentioned in the advertisement given below and you apply for the post. താഴെ തന്നിരിക്കുന്ന പരസ്യം ആവശ്യപ്പെടുന്ന എല്ലാ ക്വാളിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതും ദെൻ നിങ്ങൾ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതായിട്ടും നിങ്ങൾ സങ്കല്പിക്കുക. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിപ്പയർ ആൻ അപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് CV ടു ബി സെൻഡ് ടു ദ അഡ്രസ് മെൻഷൻഡ്. ഈ ഒരു ജോലിയിലേക്ക് നാം അപേക്ഷിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന അപ്ലിക്കേഷൻ ലെറ്റർ, അതുപോലെ തന്നെ CV എന്നിവ തയ്യാറാക്കുക. അതായത് താഴെ തന്നിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു അഡ്രസ്സിലേക്ക് നാം അയക്കുന്ന ജോബ് അപ്ലിക്കേഷനും അതുപോലെ തന്നെ CV തയ്യാറാക്കുക. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 5ാം യൂണിറ്റിൽ നിന്നുള്ള 1ാം ചാപ്റ്ററായ ഗൂസ്ബെറീസ് എന്ന കഥയിലെ ഒരു കഥാപാത്രമാണ് നിക്കോള ഇവാനിച്ച്. അദ്ദേഹം പുതുതായിട്ട് ഒരു എസ്റ്റേറ്റ് വാങ്ങുന്നുണ്ട്. അങ്ങനെ ആ ഒരു എസ്റ്റേറ്റ് വാങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിലേക്ക് ഒരു മാനേജർ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പത്രത്തിൽ പരസ്യം നൽകുകയാണ്. ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ആ ഒരു ജോലിക്ക് വേണ്ടി, അതായത് എസ്റ്റേറ്റ് മാനേജർ എന്ന ആ ഒരു ജോലിക്ക് വേണ്ടി നാം അപേക്ഷിക്കുന്ന സമയത്ത് നാം തയ്യാറാക്കുന്ന ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ, അതായത് ജോലിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയും അതിൻ്റെ കൂടെ CV, അതായത് റെസ്യൂമെയും, നമ്മുടെ റെസ്യൂമെയുമാണ് ഇവിടെ നാം എഴുതി തയ്യാറാക്കേണ്ടത്. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് പരസ്യം പരിശോധിക്കാം. സിറ്റുവേഷൻ വേക്കൻറ്റ്, ജോലി ഒഴിവ്. പോസ്റ്റ്, എസ്റ്റേറ്റ് ഓർ ഫാം ഹൗസ് മാനേജർ. ദെൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ഈ ഒരു ജോലിക്ക് വേണ്ടിയുള്ള യോഗ്യത SSLC ഓർ +2. ദെൻ ഡിസൈറബിൾ, അതായത് നല്ലതായിരിക്കും, അഭികാമ്യമായിരിക്കും. സ്കിൽസ് ഇൻ അഗ്രികൾച്ചർ, കൃഷിയിലുള്ള കഴിവുകൾ. ദെൻ പൗൾട്രി, കോഴി വളർത്തൽ. ദെൻ ഫിഷ് ഫാമിംഗ്, മീൻ കൃഷി. ദെൻ മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്, രേഖകൾ സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ അറിയുന്നത് കൂടുതൽ അഭികാമ്യമായിരിക്കും, ഈ ഒരു ജോലിക്ക് കൂടുതൽ നന്നായിരിക്കും. ദെൻ എക്സ്പീരിയൻസ്, 2 years ആസ് എസ്റ്റേറ്റ് മാനേജർ ഓർ മാനേജർ ട്രെയിനി. അതായത് 2 വർഷത്തെ എസ്റ്റേറ്റ് മാനേജർ ആയിട്ടോ അല്ലെങ്കിൽ മാനേജർ ട്രെയിനി ആയിട്ടോ ഉള്ള അനുഭവം ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ദെൻ പ്ലീസ് സെൻഡ് എ ഡീറ്റെയിൽഡ് കരിക്കുലം വീറ്റേ വിത്ത് കോൺടാക്ട് നമ്പർ ആൻഡ് മെയിലിംഗ് അഡ്രസ്
ടു ദ മാനേജിംഗ് ഡയറക്ടർ ഹിമാലയ സ്കീ ഫാം ഹൗസ് മോസ്കോ. കരിക്കുലം വിറ്റെ എന്നാൽ CV, അതായത് നമ്മുടെ ബയോഡാറ്റ, റെസ്യൂമെ. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മുടെ റെസ്യൂമെയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഉണ്ടായിരിക്കണം എന്നാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്നത്. ദെൻ ഇവിടെ നമ്മോട് ചോദിച്ചിട്ടുള്ളത് പ്രിപ്പയർ എൻ അപ്ലിക്കേഷൻ ലെറ്റർ, ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷ തയ്യാറാക്കുക വിത്ത് CV യും കൂടെ, അതായത് CV മീൻസ് ബയോഡാറ്റ, അതായത് റെസ്യൂമെ. ഓക്കെ, ഇതാണ് നാം എഴുതി തയ്യാറാക്കേണ്ടത്. ഓക്കെ, ജോലിക്ക് വേണ്ടിയുള്ള ജോബ് അപ്ലിക്കേഷൻ അതുപോലെ തന്നെ റെസ്യൂമെ നാം തയ്യാറാക്കുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഏത് പോസ്റ്റിലേക്കാണ് നാം അപേക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ഏതാണ് പോസ്റ്റ്, എസ്റ്റേറ്റ് ഫാം ഹൗസ് മാനേജർ, അതായത് എസ്റ്റേറ്റ് മാനേജർ അല്ലെങ്കിൽ ഫാം ഹൗസ് മാനേജർ എന്ന പോസ്റ്റിലേക്കാണ് നാം അപേക്ഷിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ഏത് അഡ്രസ്സിലേക്കാണ് നാം ആ ഒരു ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷ എഴുതുന്നത് എന്നുള്ളതാണ്. അതായത് ടു അഡ്രസ്സ്, ഏത് അഡ്രസ്സിലേക്കാണ് നാം ഈ ഒരു അപേക്ഷ എഴുതുന്നത്. ഇവിടെ ടു അഡ്രസ്സ് നമുക്കറിയാം, ദ മാനേജിംഗ് ഡയറക്ടർ ഹിമാലയ സ്കീ ഫാം ഹൗസ് മോസ്കോ, ഇതാണ് ടു അഡ്രസ്സ്. ദെൻ ഇനി നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ജോലിക്ക് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷനാണ്, അതായത് യോഗ്യതയാണ്. ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് SSLC ഓർ +2, ഇതാണ് ആ ജോലിക്ക് വേണ്ടിയുള്ള യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. ദെൻ എക്സ്പീരിയൻസ് 2 years ആസ് എസ്റ്റേറ്റ് മാനേജർ, 2 വർഷത്തെ ഒരു എസ്റ്റേറ്റ് മാനേജർ ആയിട്ടുള്ള അനുഭവം, പരിചയമാണ് ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ചോദ്യത്തിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ജോബ് അപ്ലിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള CV റെസ്യൂമെയും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ജോബ് അപ്ലിക്കേഷൻ അതുപോലെ തന്നെ CV, കരിക്കുലം വിറ്റെ ഇതുമായി ബന്ധപ്പെട്ട ഫോർമാറ്റ്, എങ്ങനെ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റാവുന്ന പല പോയിന്റുകളും അതുപോലെ തന്നെ ഒരു ചോദ്യത്തിനുള്ള ആൻസറും ഇതിന് മുമ്പെയുള്ള ക്ലാസ്സിലൂടെ നാം വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഈ ഒരു ആൻസറിനായിട്ട് നാം സമയം കളയുന്നില്ല. ദെൻ ജോബ് അപ്ലിക്കേഷൻ തയ്യാറാക്കുന്ന സമയത്ത് നമുക്കറിയാം ആദ്യം തന്നെ നാം എഴുതേണ്ടത് ഫ്രം അഡ്രസ്സാണ്. ഇവിടെ നമ്മുടെ അഡ്രസ്സാണ് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് എഴുതാം ജോൺ 3 സ്റ്റാർ ഹൗസ് മോസ്കോ. ദെൻ ഡേറ്റ്, ദെൻ ടു അഡ്രസ്. ഇവിടെ ടു അഡ്രസ് നമുക്കറിയാം ദ മാനേജിംഗ് ഡയറക്ടർ ഹിമാലയ സ്കീ ഫാം ഹൗസ് മോസ്കോ. ദെൻ സബ്ജക്റ്റ്, അതായത് ഏത് ജോലിയിലേക്കാണോ നാം അപേക്ഷിക്കുന്നത് അത് ഇവിടെ നമുക്ക് എഴുതാം. നമുക്കിവിടെ എഴുതാം അപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് എസ്റ്റേറ്റ് ഓർ ഫാം ഹൗസ് മാനേജർ. ദെൻ റെഫറൻസ്, അതായത് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച്, ഈ ഒരു ജോലി ഒഴിവിനെ കുറിച്ച് നാം എവിടെ നിന്നാണോ നാം അറിഞ്ഞിട്ടുള്ളത് അത് റെഫറൻസിൽ എഴുതാം. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ ദ ഹിന്ദു ഡേറ്റഡ് 22 April 2021. ദെൻ ഇനി നമുക്ക് ജോബ് അപ്ലിക്കേഷൻ്റെ കണ്ടൻറ്റ് തയ്യാറാക്കാം. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ജോബ് അപ്ലിക്കേഷനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഇത് മുമ്പെയുള്ള ക്ലാസ്സുകളിലൂടെ നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവ കൂടുതൽ സമയമെടുത്ത് വിശദീകരിക്കുന്നില്ല. വളരെ സിമ്പിൾ, വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാവുന്ന ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് ജോബ് അപ്ലിക്കേഷൻ തയ്യാറാക്കാം. ദെൻ ജോബ് അപ്ലിക്കേഷൻ തയ്യാറാക്കിയതിന് ശേഷം നാം അടുത്തതായിട്ട് തയ്യാറാക്കേണ്ടത് CV, അതായത് കരിക്കുലം വിറ്റെയാണ്, അതായത് നമ്മെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. നെയിം ജോൺ, ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് 24 years, 2 November 1997. ദെൻ മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ, അതായത് വിവാഹിതനാണോ അല്ലയോ. ദെൻ അഡ്രസ് ജോൺ 3 സ്റ്റാർ ഹൗസ് മോസ്കോ. ദെൻ ഇമെയിൽ അഡ്രസ്. Then nationality, then mobile number, then qualification, then experience, then skills, then hobbies. ഓക്കെ, CV-യിൽ ഇത്രയും കാര്യങ്ങൾ എഴുതിയതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് എഴുതാം I certify that the above details are correct and true to the best of my knowledge and belief. മുകളിൽ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യസന്ധമാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ദെൻ സിഗ്നേച്ചർ ജോൺ. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് CV-യും തയ്യാറാക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38. റീഡ് ദ പോയം ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ആൻ അപ്രിസിയേഷൻ. താഴെ തന്നിരിക്കുന്ന കവിത വായിക്കുകയും അതിൻ്റെ അപ്രിസിയേഷൻ, അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്യുക. ദെൻ അപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നാം കാണുന്ന സമയത്ത് ആദ്യം തന്നെ നാം മനസ്സിലാക്കേണ്ടത് തന്നിരിക്കുന്ന കവിതയുടെ ടൈറ്റിലും അതുപോലെ തന്നെ കവിയുടെ പേരുമാണ്. ഇവിടെ തന്നിരിക്കുന്ന കവിതയുടെ ടൈറ്റിലാണ് ഹിസ് ജേർണി ഈസ് ജസ്റ്റ് ബിഗൺ. ദെൻ കവിയുടെ പേരാണ് എലൻ ബ്രൺമാൻ. പിന്നീട് നാം ഈ ഒരു കവിത നന്നായിട്ട് വായിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക.
ഇവിടെ ഈ ഒരു കവിതയിലൂടെ കവി പറയുന്നത് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും, അതായത് പരലോക ജീവിതത്തെക്കുറിച്ചുമാണ് കവി പറയുന്നത്. അതായത് കവി പറയുന്നത് ഒരാൾ മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുകയല്ല എന്നുള്ളതും പുതിയ ഒരു ജീവിതം തുടങ്ങുകയാണ് എന്നുമാണ് കവി പറയുന്നത്. അതായത് കവി പറയുന്നത് ഈ ഒരു ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതും, അതായത് വിയർപ്പും കണ്ണീരും രോഗവും അപകടവുമില്ലാത്ത സ്വർഗത്തിൽ മറ്റൊരു ജീവിതത്തിനാണ് അവർ പോകുന്നത് എന്നാണ് കവി പറയുന്നത്. അതായത് ഊഷ്മളതയും ആശ്വാസവുമുള്ള മറ്റൊരു ലോകത്തേക്കാണ് അവർ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോകത്ത് വെച്ച് നാം ദുഃഖിക്കേണ്ട ആവശ്യമില്ല, അതായത് ഒരാൾ മരിക്കുന്ന സമയത്ത് ഇവിടെ വെച്ച് നാം ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് കവി പറയുന്നത്. പിന്നീട് കവി പറയുന്നത് മരണത്തോടു കൂടെ നാം പൂർണ്ണമായിട്ടും ഈ ഒരു ലോകത്ത് നിന്ന് പോകുന്നില്ല എന്നുള്ളതും, ഇവിടെ ജീവിക്കുന്ന, അതായത് നമ്മെ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും എല്ലാ കാലവും നാം ജീവിച്ചിരിപ്പുണ്ട് എന്നുമാണ് കവി പറയുന്നത്. അവസാനമായിട്ട് കവി പറയുന്നത് മരണം ഒരു യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കവുമാണ് എന്നാണ് കവി പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ സ്ട്രക്ചർ നോക്കാം. നമുക്കറിയാം ആകെ 4 സ്റ്റാൻസയാണ് ഈ ഒരു കവിതയിലുള്ളത്. ഓരോ സ്റ്റാൻസയിലും 4 വരികളുമാണ് ഉള്ളത്. ഈ ഒരു കവിതയിലുള്ള റൈം സ്കീമാണ് എ ബി സി ബി. എല്ലാ സ്റ്റാൻസയിലുമുള്ള റൈം സ്കീം എ ബി സി ബി എന്നുള്ളതാണ്. റൈമിംഗ് വേർഡ്സ് ആയിട്ട് വരുന്നത് നമുക്കറിയാം ബിഗൺ 1, ടിയേഴ്സ് ഇയേഴ്സ്, ടുഡേ അവേ, ടച്ച് മച്ച്. ഇത്രയും വേർഡ്സുകളാണ് റൈമിംഗ് വേർഡ്സുകളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ അപ്രിസിയേഷൻ തയ്യാറാക്കാം. നമുക്കറിയാം ഒരു അപ്രിസിയേഷൻ നാം തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ നാം ചെയ്യേണ്ടത് ഏത് കവിതയുടെ അപ്രിസിയേഷൻ ആണോ നാം എഴുതുന്നത് ആ ഒരു കവിതയുടെ പേര് ടൈറ്റിലായിട്ട് എഴുതുക. ഹിസ് ജേർണി ഈസ് ജസ്റ്റ് ബിഗൺ. ഇനി നമുക്കറിയാം ഒരു അപ്രിസിയേഷന് വളരെ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ആദ്യ ഭാഗത്തിൽ, അതായത് ആദ്യ പാരഗ്രാഫിൽ നാം ഉൾപ്പെടുത്തേണ്ടത്, നാം എഴുതേണ്ടത് കവിതയുടെ പേര്, കവിയുടെ പേര്, കവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഈ ഒരു കവിതയുടെ തീം. ഇത്രയും കാര്യങ്ങളാണ് ഒരു അപ്രിസിയേഷൻ്റെ ആദ്യ പാരഗ്രാഫിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, ആദ്യ പാരഗ്രാഫ്, ഈ ഒരു കവിതയുടെ അപ്രിസിയേഷൻ്റെ ആദ്യ പാരഗ്രാഫ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമുക്കറിയാം ഒരു അപ്രിസിയേഷൻ്റെ 2ാം ഭാഗത്തിൽ നാം എഴുതേണ്ടത് സമ്മറി ഓഫ് ദ പോം. ഏത് കവിതയുടെ അപ്രിസിയേഷനാണ് നാം എഴുതുന്നത് ആ ഒരു കവിതയുടെ സമ്മറിയാണ് 2ാം ഭാഗത്തിൽ നാം, അപ്രിസിയേഷൻ്റെ 2ാം ഭാഗത്തിൽ നാം എഴുതേണ്ടത്. ഇത് നമുക്ക് 1 അതല്ലെങ്കിൽ അതിലധികമോ പാരഗ്രാഫുകളിലായിട്ട് എഴുതാം. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ ഒരു കവിതയുടെ സമ്മറി നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമുക്കറിയാം ഒരു കവിതയുടെ അപ്രിസിയേഷൻ നാം എഴുതുന്ന സമയത്ത് അതിൻ്റെ 3ാം ഭാഗത്തിൽ നാം ഉൾപ്പെടുത്തേണ്ടത് സ്ട്രക്ചർ ഓഫ് ദ പോം, ഈ ഒരു കവിതയുടെ സ്ട്രക്ചർ, പോയറ്റിക് ഡിവൈസസ്, ഈ ഒരു കവിതയിലുള്ള പോയറ്റിക് ഡിവൈസസ്, അതായത് സൗണ്ട് ഇഫക്ട്സ്, റൈം സ്കീം, സിംബൽസ്, ലാംഗ്വേജ് ഓഫ് ദ പോയം, ഫിഗർ ഓഫ് സ്പീച്ച്, അതായത് ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച്, മെസ്സേജ് ഓഫ് ദ പോയം, ആർ ഒപ്പീനിയൻസ്, ഈ ഒരു കവിതയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഒരു അപ്രിസിയേഷൻ്റെ 3ാം ഭാഗത്തിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, ഈ ഒരു കവിതയുടെ അപ്രിസിയേഷൻ്റെ 3ാം ഭാഗം നമുക്ക് ഇങ്ങനെ എഴുതാം.